പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ഈ സന്ധ്യാസമയം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വെള്ളിയാഴ്ച സർവീസായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്ക് വിശ്വാസമുണ്ട്, ഓരോ ആഴ്ചയും പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി, വളരെ ആഴമായി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ദൈവം തൻ്റെ ഹൃദയത്തിനോട് ചേർന്ന് നടക്കുവാൻ ദൈവം നമ്മളെ ഓരോ ദിവസവും സഹായിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. അവിടെ നിന്നുള്ള സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകുന്നുണ്ട്. അതിനെല്ലാം ദൈവത്തിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് സന്ധ്യാസമയം ദൈവത്തിൽ നിന്ന് വലിയത് പ്രതീക്ഷിക്കുക, ശ്രേഷ്ഠമായത് നമ്മുടെ മേൽ കൈമാറുവാൻ നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ തയ്യാറാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യാസമയത്തിനായി നന്ദി പറയുന്നു. അപ്പാ, അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിനടുത്ത് വരുന്ന കർത്താവേ, അപ്പാ, ഇന്ന് സന്ധ്യാസമയം തൻ്റെ മക്കൾക്ക് അപ്പാ അങ്ങ് കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ആ മന്ന, അങ്ങ് കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ആ ജീവൻ, ഓ പരിശുദ്ധാത്മാവെ, അവരുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ പ്രവൃത്തി, പരിശുദ്ധാത്മാവെ, അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുവാൻ, അതിൻ്റെ പൂർണ്ണ ആഴത്തിൽ വെളിപ്പെടുവാൻ, അതിൻ്റെ പൂർണ്ണ അളവിൽ വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഇടയാക്കുന്ന കൃപകൾക്കായി നന്ദി. ഇന്ന് ഞങ്ങളോടൊപ്പം ചേരുന്ന അങ്ങനെ ഓരോ മക്കളെയും അപ്പം അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. അവരുടെ കുടുംബത്തിൽ, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധാത്മാവെ അവരെ ഏത് രീതിയിൽ അങ്ങ് നയിക്കാൻ ആഗ്രഹിക്കുന്നു, വലിയൊരു വഴിത്തിരിവായി ഇന്നത്തെ കൂട്ടായ്മ അങ്ങ് മാറ്റുന്ന കൃപകൾക്കായി നന്ദി. എല്ലാം അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. മഹത്വം പുകഴ്ച അങ്ങേക്ക് മാത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ആരാധിക്കാനുള്ള സമയമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു, നമ്മൾ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, ആത്മാവിൽ നമ്മൾ ആ കർത്താവിനെ ആരാധിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് സന്ധ്യാസമയം വേറെ ഒന്നിലും നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകരുത്. കാരണം നമ്മുടെ പ്രാണപ്രിയൻ നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ആയിരങ്ങളിൽ സുന്ദരനായ, പതിനായിരങ്ങളിൽ സുന്ദരനായ നമ്മുടെ നല്ല നാഥൻ നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യാസമയം നമ്മുടെ ആരാധനയെ സ്വീകരിക്കുവാൻ ഇന്ന് ആ സ്വർഗം തുറന്നിരിക്കുന്നു എന്ന് പൂർണ്ണ ഉറപ്പോടെ, പൂർണ്ണ ധൈര്യത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Onnekai mai mai tibia yoin koi mai endelia Neke bedi ai moi kadi ai mai o di ai mai kai moi ai mai dibe ai kai ai li ai mama ma di bi 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 oi ka moi di binia rai bai mo ko ai konia kin mani Aunia tinia El Kenia tenia Oh Yeah Okay, moi ai tibinia dilano de bel corria I medere kayo ai mai die endevame ninnishtam cheyyuvan vannidunne njan innu modamai endevame നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം
എന്നിൽ പൂർണ്ണമാക്കണേ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ. ഞാനിന്നു മോദമായി എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ. ഞാനിന്നു മോദമായി എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഓ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിലോ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട. Holy, holy are you, Lord God Almighty. Holy, holy are you, Lord God Almighty. Yeshua, യേശുവേ, സർവവല്ലഭൻ നീയേ. യേശുവേ, യേശുവേ, സർവവല്ലഭൻ നീയേ. Oh, worthy is the Lamb, oh, worthy is the Lamb. You are holy, oh, holy are you, Lord God Almighty. Oh, worthy is the Lamb, oh, worthy is the Lamb. Amen. Ay, may debe, yo, ay, mandi, ay, koy, ay, mandi. Worthy is the Lamb, worthy is the Lamb. Amen. ഒരിക്കൽ കൂടെ. യേശുവേ, യേശുവേ, സർവവല്ലഭൻ നീയേ. യേശുവേ, ചേർന്ന് ഓ യേശുവേ, ആ നാമത്തെ ആദരിച്ച് സ്തുതിച്ച് ഒരിക്കൽ കൂടെ ചേർന്ന് യേശുവേ, യേശുവേ. ഈ ആരംഭ സമയത്തിൽ തന്നെ അവന്റെ നാമത്തിന് കൊടുക്കേണ്ട ആദരവ്, അവന്റെ നാമത്തിന് കൊടുക്കേണ്ട സ്നേഹം, അവന് കൊടുക്കേണ്ട ആരാധന അർപ്പിച്ച് തുടങ്ങിക്കാട്ടെ. ആരാധന ഉയരട്ടെ. ആരാധനകളെ തുറന്നാട്ടെ. ഓ യേശുവേ, ആ നാമത്തെ നീ വിളിച്ചോ. ഓ യേശുവേ, യേശുവേ, ആ നാമത്തെ ധൈര്യമായിട്ട് നീ വിളിച്ചോ. നിന്റെ ചുറ്റുപാട്, നിന്റെ സാഹചര്യം ആ നാമം കേൾക്കട്ടെ. നിന്റെ നാവ് കൊണ്ട് അത് കേൾക്കട്ടെ, നിന്റെ ശബ്ദത്തിൽ കേൾക്കട്ടെ, നിന്റെ സാഹചര്യം കേൾക്കട്ടെ. യേശുവേ, 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 സർവവല്ലഭൻ നീയേ.
സർവവല്ലഭൻ നീയേ, സർവവല്ലഭൻ നീയേ. Noi che ai mai di ai in coi more manie dinia, all roi che ai mai di dinia. നന്ദി അപ്പാ, നന്ദി. താങ്ക് യു. ഏവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു സൺഡേ സർവീസിലേക്ക് കൂടെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അധികം സമയം കളയാതെ നാം സ്തുതിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഒരുമിച്ച്. ഹല്ലേലൂയ. റെബ ഐ മോഖോദി മൈഖിദിർ മദുര എലെ മർമ മോഖോനോ ബോനെ തെബെൽ മോഖോനോ ദിബിനി അർക്കബലെ മെത്തിനി. ഇമ്മാനുവേൽ നമ്മോട് കൂടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാ ഭക്തന്മാരുടെ കൂടെ നടന്ന കർത്താവാണ്. ആരെയും വഴിയിൽ ഉപേക്ഷിക്കാത്ത കർത്താവ്. അതുമാത്രമല്ല, അവൻ അവൻ്റെ ഭക്തന്മാരുടെ പേരിൽ അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ദാവീദിന്റെ ദൈവം, എസെക്കിയേലിന്റെ ദൈവം, യെശയ്യാവിന്റെ ദൈവം, പൗലോസിന്റെ ദൈവം, പത്രോസിന്റെ ദൈവം. അങ്ങനെ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ ഓരോ കാലഘട്ടത്തിലും അവൻ്റെ ഭക്തന്മാർ അവനെ സ്നേഹിക്കുന്ന, അവനെ ആരാധിക്കുന്ന, ഇന്ന് ഈ നിമിഷം വരെ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവൻ നമ്മുടെയൊക്കെ ദൈവമായിട്ട്, നമ്മുടെയൊക്കെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ദൈവം. അല്ലെങ്കിൽ അതിൽ അവൻ അഭിമാനം കൊള്ളുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെപ്പറ്റി കർത്താവിന് അഭിമാനമാണ്. നമ്മൾ കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. നമ്മുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മളിലെ എല്ലാ കുറവശങ്ങളും അറിഞ്ഞു തന്നെ എങ്കിലും നമ്മുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇത്രയും വലിയ പദവി, ഇത്രയും വലിയ സ്നേഹം പരിശുദ്ധനായവൻ നമുക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല, എത്ര ആരാധിച്ചാലും മതി വരികയില്ല. എത്ര അവൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നു, അതൊന്നും അവന് നമ്മോടുള്ള സ്നേഹത്തിന് തുല്യമാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സമ്പത്ത് കൊടുത്ത് നമുക്കതിനെ ഈക്വൽ ആക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, തിരിച്ച് പ്രതീക്ഷിക്കുന്നത് ആരാധനയാണ്, സ്തുതിയാണ്. അവനെ ആദരിക്കേണ്ടത് അനിവാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം അവനെ സ്തുതിക്കാൻ പോവുകയാണ് ഒരുമിച്ച്, ഒരു കുടുംബമായി. വരുവീൻ, നമുക്ക് ഒരുമിച്ച് അവൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാം. സ്തുതികളുമായി, ആഘോഷങ്ങളുമായി അവൻ്റെ നാമത്തെ ഒന്ന് ഉയർത്താം ഒരുമിച്ച്. ഇത് ഒരാളുടെ പരിപാടിയല്ല, പക്ഷെ എല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബമായി ഒറ്റക്കെട്ടായി. ഹല്ലേലൂയ. കാരണം അവൻ്റെ നാമത്തിന് ഭയങ്കര വെയിറ്റാണ്. ഒരാളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല, എല്ലാവരും കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. പക്ഷെ ഒരാൾ താങ്ങുന്നതിനേക്കാളും നല്ലതാണല്ലോ ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് താങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾ ഉൾക്കൊണ്ടു എന്ന് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് വരുവിൻ, ഒരുമിച്ച് നമുക്ക് അവനെ സ്തുതിക്കാം. ഹല്ലേലൂയ. യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ, നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ, നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേൽ അവൻ താൻ നടത്തിയിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേൽ അവൻ താൻ നടത്തിയിടുമേ. ഹല്ലേലൂയ. അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ. അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ. അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ. അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ. ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുന്നേ. ഹല്ലേലൂയ. ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ.
നാമാകിലും ജ്വാല നമ്മെ തെല്ലും നിശാൻ ഇമ്മാനുവേൽ താൻ നടത്തിടുമേ. തീയിൽ നാമാകിലും ജ്വാല നമ്മെ തെല്ലും നിശാൻ ഇമ്മാനുവേൽ താൻ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ചേർന്ന് പാടിയാട്ടെ, അവൻ സൗഖ്യദായകൻ. ഓ ഹല്ലേലൂയ, ശുദ്ധാത്മനായകൻ നമ്മെ. ആമേൻ. ഹല്ലേലൂയ, ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുന്നു. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ. അടുപ്പീണരാൽ അവൻ സൗഖ്യമാക്കി അവൻ നടത്തി. ഓ അടുപ്പീണരാൽ അവൻ സൗഖ്യമാക്കി ഇമ്മാനുവേൽ അവൻ താൻ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുന്നു. ഓ ഹല്ലേലൂയ, ശുദ്ധാത്മനായകൻ. ആമേൻ. സിയോൻ പ്രയാണികളെ ആനന്ദിപ്പിൻ, നമ്മൾ ദുഃഖവും നെടുവീർപ്പും ഓടിടുമേ. സിയോൻ പ്രയാണികളെ ആനന്ദിപ്പിൻ, നമ്മൾ ദുഃഖവും നെടുവീർപ്പും ഓടിടുമേ. നിത്യാനന്ദം നമ്മെ പകർന്നു നമ്മെ ഇമ്മാനുവേൽ അവൻ താൻ നടത്തുമേ. നിത്യാനന്ദം നമ്മെ പകർന്നു നമ്മെ ഇമ്മാനുവേൽ അവൻ താൻ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഓ ഹല്ലേലൂയ, ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായി. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുന്നു. ഹല്ലേലൂയ, ശുദ്ധാത്മനായകൻ നമ്മെ. യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. യാക്കോബിൻ ദൈവമെന്നും ചേർന്ന് ജീവപര്യന്തം കാത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേൽ അവൻ താൻ നടത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേൽ അവൻ താൻ നടത്തിടുമേ. ഓ ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുന്നു. ഹല്ലേലൂയ, ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുന്നു. Tamanio, Lamanio, Denenio, Lamanie, Ramonio, Tanione, Dabonia. Shanani Bashan Alpane Sudia, Raimone, Anote, Raimoconia, Lemani, Andalate, Raiman Monde Menete,
Raimone mandarda, Raimonione yamene, yamono, diria mono, el mete que nete mono, dinado de velenio. Raimonia, tenemenia, donemenia, donie. ആനന്ദത്തോടെയാടും എൻ കാൽകൾ ആനന്ദത്തോടെ റൈമോനെ അന്തോടെ വാഴ്ത്തിയിടുക സ്തുതിച്ചാത്തിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാത്തിടുക അവന്റെ നാമം ഉയർത്തിയിടുക ഓ വാഴ്ത്തിയിടുക സ്തുതിച്ചാത്തിടുക അവന്റെ നാമം ആമേൻ പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്ത എങ്ങനെ നാം പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്ത എങ്ങനെ നാം പാലകനേശുവെ മറന്നിരിക്കും തന്തയ ഒന്നായി പാലകനേശുവേ വരുവിൻ തന്തയ ഒന്നായി നമുക്ക് ഘോഷിച്ചിടാം ഓ വാഴ്ത്തിയിടുക സ്തുതിച്ചാത്തിടുക അവന്റെ നാമം ഓ വാഴ്ത്തിയിടുക സ്തുതിച്ചാത്തിടുക അവന്റെ നാമം അവൻ ഈശാനമൂലൻ അടിച്ചുയർന്നു പടകു തകർന്നു തോന്നിയപ്പോൾ ഈശാനമൂലൻ അടിച്ചുയർന്നു പടകു തകർന്നു തോന്നിയപ്പോൾ നൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോത്തു നാം സ്തുതിച്ചിടുക നൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോത്തു നാം സ്തുതിച്ചിടുക സ്തുതിച്ചാത്തിടുക അവന്റെ നാമം ആമേൻ ആമേൻ അവന്റെ നാമം ഉയർത്തിയിടുക ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്നുര ചെയ്തില്ലേ ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോൾ നീ ഒന്നും ഭയപ്പെടേണ്ടെന്നുര ചെയ്തില്ലേ കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം വാഴ്ത്തിടുക വാഴ്ത്തിടുക സ്തുതിച്ചാത്തിടുക അവന്റെ നാമം ഉയർത്തിടുക വാഴ്ത്തിടുക ഓ അവന്റെ നാം യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതിരാമത്തേ തൻ സ്നേഹമാധുര്യം ചിന്താതിരാമത്തേ ഹായത്രയാഴമേ യേശുവിൻ സ്നേഹമേ ഹായത്രയാഴമേ യേശുവിൻ സ്നേഹമേ ആയതിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ ആയതിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം തുള്ളുന്നേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം തുള്ളുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതം ഓ തൻ സ്നേഹമാധുര്യമെൻ ചിന്താതീതം ഓ ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ വന്നു താൻ ജീവനെ തന്നല്ലോ ലോകത്തിൽ വന്നു താൻ ഓ ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ ലോകത്തിൽ വന്നു താൻ ജീവനെ ഓ സ്വർഗീയ വിളിയാൽ എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ എന്നെയും യോഗ്യനായി എന്നെ സ്നേഹമേ
എന്നെ യോഗ്യനായി. ഓ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ. വചനം പറയുന്നു, അവൻ നമ്മെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ, എന്നെയും യോഗ്യനായി. ഒരിക്കൽ കൂടെ എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ എന്നെയും ഓ നമ്മെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ. സ്നേഹത്താൽ എന്നുള്ള തുള്ളുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ. തൻ സ്നേഹ മാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹ മാധുര്യം. ഓ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള, ഓ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ. തൻ സ്നേഹ മാധുര്യം ചിന്താതീതമത്രേ. ഓ എത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, എത്ര ആഴമേ യേശുവിൻ സ്നേഹമേ. ആയതിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ, എത്ര ഓ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള തുള്ളുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ. തൻ സ്നേഹ മാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹ മാധുര്യം ചിന്താതീതമത്രേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ. തൻ സ്നേഹ മാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹ മാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹ മാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹ മാധുര്യം, തൻ സ്നേഹ മാധുര്യം, തൻ സ്നേഹ മാധുര്യം, തൻ സ്നേഹ മാധുര്യം ചിന്താതീതമത്രേ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന നമുക്ക് ദൈവസന്നിധിയിൽ അർപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് സന്ധ്യാസമയം നമ്മുടെ ഹൃദയത്തിൽ ഒരു ഉറപ്പുണ്ടാകണം, നമ്മളായിരിക്കുന്നത് തുറന്ന സ്വർഗത്തിൻ കീഴിലാണ്. ഹല്ലേലൂയ. തുറന്ന സ്വർഗത്തിൻ കീഴിൽ നാം ആയിരിക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ മഹത്വത്തെ നാം രുചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് സന്ധ്യാസമയം ഒരു പ്രാവശ്യം കൂടി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. നമുക്ക് ആ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയോട് നാം അടുത്തു വരുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നാം എത്രമാത്രം നമ്മളെ തന്നെ ഇല്ലാതാക്കുന്നു അത്രമാത്രം ദൈവം തൻ്റെ നിറവിനാൽ നമ്മളെ നിറയ്ക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പൂർണ്ണ ധൈര്യത്തോടെ, പൂർണ്ണ സമർപ്പണത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ വരാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, എന്നെ അങ്ങയുടെ ജീവനാലൊന്ന് നിറയ്ക്കണേ. എന്നിൽ അങ്ങ് മാത്രം വളരണം, ഞാൻ ഇല്ലാതാകണം. ഹല്ലേലൂയ. അതിനായി ഇന്ന് സന്ധ്യാസമയം നമ്മളോടൊപ്പം വചനത്തിൽ നിന്ന് പങ്കിടുവാൻ ഈ സഭയുടെ സീനിയർ പാസ്റ്റർ, എൻ്റെ ആത്മീയ പിതാവ് പാസ്റ്റർ സന്തോഷ് വർഗീസിനെ സ്വാഗതം ചെയ്യും. ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. Greetings to you all in the name of our Lord and Savior Jesus Christ. ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തരുന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തും. I thank God for this evening time that He gave us to come together in His presence. ഓരോ ആഴ്ചയും ദൈവം നമ്മളെ വിശേഷമായ തൻ്റെ ഭോജനം കൊണ്ട് നമ്മളെ പോഷിപ്പിക്കുന്നു. Every week God is feeding us with His special food. ദൈവം നമ്മളോട്
ആഴത്തിൽ ഇടപെടുമ്പോൾ അവൻ്റെ വിശേഷമായ ഭോജനം നമുക്ക് തരുമ്പോൾ ദൈവത്തോടുള്ള ഇഷ്ടം നമ്മുടെ വർദ്ധിക്കണം. So when God speaks to us in much depth and when he is giving us his special food, our love towards God should increase. അതിൻ്റെ അർത്ഥം ദൈവത്തിന് നമ്മളോടുള്ള പ്രിയം കൂടുതലായതുകൊണ്ടാണ് അവൻ ഇത്രയും കാര്യങ്ങൾ നമ്മളെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. So when God is revealing such things to us, it means God loves us so much. കാരണം ദൈവം ഓരോരുത്തരോട് കൂടുതൽ ഇടപെടാൻ തുടങ്ങുമ്പോൾ അതുവരെ മറഞ്ഞിരുന്ന പലതും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. Because when God reveals something to them, it is all those things that were hidden, God starts manifesting it in അത് front ചിലപ്പോൾ of them. നമ്മുടെ പിതാക്കന്മാർക്ക് മറഞ്ഞിരുന്നായിരിക്കും. Those things would have been hidden for our forefathers. നമ്മുടെ ജനറേഷനിൽ പലർക്കും മറഞ്ഞിരുന്നായിരിക്കും. In our generation, many wouldn't have known this mystery. എന്നാൽ ഇന്ന് പകലിൽ നമ്മൾ സന്തോഷിക്കണം ഈ സന്ധ്യാസമയത്ത്. But this evening time, we have to be joyful. കാരണം ദൈവം നമുക്ക് വേണ്ടി വിശേഷപ്പെട്ടത് തുറന്നു തരുന്നു. Because God is opening up special things for us. മറഞ്ഞിരിക്കുന്ന തന്റെ അനേക മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും. He is revealing his mysteries that were hidden for a long നമ്മൾ time. ഭാരപ്പെടുന്ന വിഷമിക്കുന്ന വിഷയങ്ങളിൽ എന്താ മറഞ്ഞു കിടക്കുന്നത് അതെല്ലാം ദൈവം വെളിപ്പെടുത്തുന്നു. God is revealing all those secrets that are hidden behind the burdens that we carry in our life. അതിന്റെ അർത്ഥം ദൈവം നമ്മുടെ വിഷയത്തിൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. It means God is taking initiative in the situations of our life. അപ്പം നമ്മുടെ വിഷയം ദൈവത്തിന് ഒരു പ്രയോറിറ്റി ഉള്ള ഒരു വിഷയം. It means everything in our life God holds it as his priority. നമ്മുടെ ഓരോ ഇമോഷനും ദൈവത്തിന് പ്രയോറിറ്റി ഉണ്ട്. God prioritizes our emotions. അപ്പം നമ്മുടെ ജഡം, Our flesh, നമ്മുടെ ആത്മാവ്, ദേഹി, our spirit and soul. എല്ലാം ദൈവത്തിന് പ്രധാനമാണ്. All of these things are important to God. കർത്താവ് അതിനെയെല്ലാം നമ്മൾക്ക് വേണ്ടി ശ്രദ്ധിച്ച് കരുതലോടെ കൈകാര്യം ചെയ്തു. And the Lord deals very carefully in all those matters with us. ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗിലേക്ക്, ഈ സന്ധ്യാസമയത്തെ മീറ്റിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു. I welcome you all to our evening service. കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി നടത്തുന്നു കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. I'm so happy that God is leading you all in a wonderful way. കർത്താവ് ദൈവം പല പ്രതിസന്ധികളിൽ നിന്നും നമ്മളെ വിടുവിച്ച് പുറത്തെടുക്കുന്നു എന്ന് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. I'm so happy to hear that God is bringing you out from all of your problems and situations. ചില സങ്കട വാർത്തകളൊക്കെ അവിടെ ഉണ്ടായി എന്ന് ഞാൻ കേൾക്കാനിടയായി. I could also hear some sad news from there. കർത്താവ് അവരെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. But may the Lord comfort them. രോഗികളായിരിക്കുന്നവരെ ദൈവം വളരെ വേഗത്തിൽ സൗഖ്യമാക്കട്ടെ. All those who are sick, may they be healed as soon as possible. അവരുടെ കുടുംബത്തിലേക്ക് വലിയ സന്തോഷങ്ങൾ, സമാധാനങ്ങളുടെ വാർത്തകൾ ഉണ്ടാവാകട്ടെ. And let there be news of peace and joy in their family. കർത്താവ് എല്ലാവരെയും തന്റെ മഹത്വം കൊണ്ട് പൊതിയട്ടെ. And let the Lord cover you all with his glory. കർത്താവ് നിങ്ങളെ വരും ദിവസങ്ങളിൽ വലിയ ദൈവപ്രവൃത്തിക്കായി എഴുന്നേൽപ്പിക്കട്ടെ. May the Lord lift you up to witness his mighty works in the coming days. കർത്താവ് നമുക്ക് കഴിഞ്ഞ ആഴ്ച മുതൽ ഒരു പ്രത്യേക വിഷയത്തെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കാൻ തീരുമാനിച്ചു. So from last week, Holy Spirit decided to speak a very unique topic with us. അത് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമാകും എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. I believe that it will be a great blessing for you. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ തലമുറകളെ ഒരു പ്രത്യേക വിടുതലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. It means God desires to lead our generation into a great deliverance. നമ്മുടെ തലമുറകളുടെ മേൽ കിടക്കുന്ന ദൈവിക പദ്ധതി ദൈവം പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. God wants to bring out the divine plans that is laid upon our generation. ചില തലമുറകൾ ഇപ്പോഴും ഈ ഭൂമിയിലോട്ട് പറന്നിട്ടില്ല. അവരെ ദൈവം ഉദരത്തിൽ നിന്ന് പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. Some generations have not taken birth yet, but God is bringing them out from the womb. നിങ്ങൾ പറയും സാധ്യതകളൊന്നുമില്ലെന്ന്. So you would say there are no possibilities. ഡോക്ടേഴ്സ് പറഞ്ഞ റിപ്പോർട്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ. You would be believing the reports given by doctors. വേദപുസ്തക ഭാഷ പറഞ്ഞാൽ ശരീരത്തിന്റെ സ്ഥിതി പോലും അതിനൊരു തടസ്സമായേക്കാം. In the language of the word of God, even your body would be an hindrance for that birth. പക്ഷേ ഉടമസ്ഥൻ തയ്യാറായാൽ, But if the master is ready, ഉടയവൻ തയ്യാറായാൽ, if the creator is ready, സ്വർഗത്തിലെ അപ്പൻ തയ്യാറായാൽ, if the heavenly father is ready, സാഹചര്യങ്ങൾ മാറി നിന്നേ പറ്റൂ. the situations will have to stay തടസ്സങ്ങൾ away. മാറി നിന്നേ പറ്റൂ. The hindrances will have to stay away. ജനനങ്ങൾ നടന്നേ പറ്റൂ. Birth will have to take കാരണം അവന്റെ place. പേര് സൃഷ്ടിതാവെന്ന, Because his name is the creator. അവന്റെ പേര് നിർമ്മാതാവെന്ന, Oh, his name is the maker. അവൻ ഉണ്ടാക്കുന്നവനാ. He is the one who creates and evolves everything. അപ്പൊ അവൻ എത്ര വലിയ ദൈവമാ. How great is our God.
ഒരുവനെ സൃഷ്ടിച്ചിട്ട് അവനെ പുതുക്കിപ്പണിയാൻ വരെ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. Our God is capable of creating someone and also recreating that person. ഒരു വ്യക്തിത്വത്തെ ആകമാനം മാറ്റിമറിക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. Our God is capable of transforming a person completely. അതിനേക്കാൾ നിങ്ങൾ നോക്കിക്കേ, അവന്റെ അടുക്കലോട്ട് അടുത്താ നമ്മൾ അറിയാതെ മാറിപ്പോകും. And you see, when we come near to him, we transform automatically. അവന്റെ അടുക്കൽ അവന്റെ പ്രസൻസ്, ആ പ്രസൻസിനകത്ത് കയറിയാൽ നമ്മൾ മാറിപ്പോമല്ലോ. Even when we come near to his presence, changes takes place in us. അവനോടൊപ്പം ഇരിക്കുന്നവർക്ക് അവന്റെ തേജസ് വരുന്ന കാര്യം തന്നെ ഈ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. This Bible also records the scene where they were sitting with Jesus and they had the glory that Jesus had. ലാംഗ്വേജ് മാറിയ കാര്യം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. Even the word of God mentions that the language changed. എന്ന് പറഞ്ഞാൽ പത്രോസിന്റെ ലാംഗ്വേജ് കേട്ടിട്ട് പറഞ്ഞു ഇവനും അവനോട് കൂടെ ഉള്ളവനാണെന്ന് പറഞ്ഞത് ഈ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. For example, when they heard Peter speaking, they said that his language is similar to the one that is called Jesus. വലിയ കുറ്റബോധമില്ലാതെ ജീവിച്ചിരുന്ന ചുങ്കക്കാരൻ യേശുവിൻ്റെ കൂടെ 2 ചുവട് വെച്ചപ്പോൾ അവൻ്റെ അകത്ത് കുറ്റബോധം ഉണ്ടായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുന്ന ഈ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. The tax collector who was not guilty of his sins in his life, when he came near to Jesus, he was filled with conviction and he did much things that expresses the depth of the presence of God. ദൈവത്തിൻ്റെ പർവ്വതത്തിൽ മോശയും ദൈവവും കൂടെ ഒരുമിച്ചിരിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞു വന്ന മോശയെ കാണാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിൻ്റെ തേജസ് അവൻ്റെ മുഖത്ത് വിളങ്ങി എന്ന് എഴുതിയിട്ടുണ്ട്. On the mountain of God where God and Moses were speaking, when Moses was coming down, it is said that his face was covered with glory. അങ്ങനെയെങ്കിൽ If it is so, പ്രസൻസ് മാറ്റം വരുത്തും. presence can bring changes. ഇടപഴകിയാൽ മാറ്റം വരും. The dealings would bring changes. കൂടെ നടന്നാൽ മാറ്റം വരും. Walking with him can bring changes. അങ്ങനെയെങ്കിൽ If it is so, ആ ദൈവം ഒന്ന് നോക്കിയാൽ, if that God looks at you, അവൻ നിനക്ക് വേണ്ടി ഒന്ന് എഴുന്നേറ്റാൽ, if he stands for you, അവൻ നിനക്ക് വേണ്ടി ഒന്ന് കൽപ്പിച്ചാൽ, if he commands for you, എന്തും സൃഷ്ടിക്കപ്പെട്ടിരിക്കും. anything would be created. അതേ ദൈവത്തിന്റെ അനുവാദത്തോടെ നീ പ്രവചിച്ചാൽ, നീ പ്രവചിക്കുന്ന ശബ്ദത്താൽ സൃഷ്ടിക്കപ്പെടുമെന്നും ബൈബിൾ തെളിയിക്കുന്നു. So even the word of God says and proves that after hearing his word, if you prophesy, with that prophecy things will be created. യെഹെസ്കേൽ പ്രവചിച്ചപ്പോൾ, When Ezekiel prophesied, ഉൽപ്പത്തിയിൽ സംഭവിച്ച അതേ ക്രിയേഷൻ, the creation that happened in Genesis. കാരണം ആദമിന്റെ വാരിയൽ എടുത്തിട്ട് ആ എല്ലിൽ നിന്ന് ഒരു രൂപം പുറത്തു വന്നു. Because from the bone of Adam, God brought it out and God made a body out of it. അതാണ് ക്രിയേഷൻ. That is creation. അതാണ് ഇവൻ പ്രവചിച്ചപ്പോൾ, യെഹെസ്കേൽ പ്രവചിച്ചപ്പോൾ താഴ്വരെ നടക്കുന്നത്. That is what happened in the valley when Ezekiel prophesied. അവൻ അസ്ഥിയെ തൊട്ടില്ല. He didn't touch the bone. അവൻ അസ്ഥിയോട് പറഞ്ഞപ്പോൾ അസ്ഥി അത് കേട്ടു. But when he prophesied to the bones heard. അവിടെ ക്രിയേഷൻ നടന്നു. Creation happened there. അപ്പോൾ ഒരു പ്രവാചകന് പോലും ദൈവം ക്രിയേറ്റ് ചെയ്തതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ, So if a prophet can also create just as God created, നിന്റെ ഉടയവൻ എത്ര അധികം, how much greater can your creator do then? അതുകൊണ്ട് ധൈര്യത്തോടിരി. So be of good നിന്നിൽ courage. നിന്ന് ഇതുവരെ പുറത്തു വരാത്ത സന്തതികളെ പുറത്തെടുക്കാൻ ദൈവം The ആഗ്രഹിക്കുന്നു. generations that have not yet taken birth through you will take birth. നിന്നിൽ നിന്ന് പുറത്തു വന്ന തലമുറയെ കുറിച്ച് നിനക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു വലിയ പ്രതീക്ഷ ദൈവം നിനക്ക് തരാൻ പോകുന്നു. The expectations and hope that you didn't have about your generation, God will bring it out through this message. നീ ചിന്തിക്കുന്ന ഒരു തലമുറയല്ല ദൈവം നിനക്ക് തന്നേക്കുന്നത്. God has not given you a generation that you think in your mind. അതിനെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. About that generation, God has great plans. നിന്റെ കുടുംബത്തിൽ കണ്ട ഒരു സന്തതിയിൽ ഒരു സന്തതിയല്ല നിന്റെ തലമുറ. Your child or your generation is not one among the children of your family. നിന്റെ തലമുറ, Your generation, അതൊരു അടുത്ത തലമുറയുടെ ഉദാഹരണമാണ്. it is an example for the next generation. അടുത്ത തലമുറയ്ക്ക് മാതൃകയാക്കേണ്ട ചില It ചുവടാണ്. is the role model for the next generation. അതുകൊണ്ട് നീ പ്രിപ്പയർ ചെയ്യുന്നത് ആ നിലയിലായിരിക്കണം. So your preparation for them should be in that level. യോഹന്നാനെ ജനിപ്പിച്ച എലിസബത്തിനെ പോലെ, So the Elizabeth who gave birth to John, ഇസഹാക്കിനെ പുറത്തു കൊണ്ടുവന്ന സാറയെ പോലെ, and Sarah who gave birth to Isaac, യോസേപ്പിനെ പ്രാർത്ഥിച്ചു മേടിച്ച
ഓ റാഹേലിനെ പോലെ. And Rachel, who prayed and gave birth to Joseph. ദൈവത്തിന്റെ ആലയത്തിനകത്ത് നിന്ന് ദൈവശബ്ദത്താൽ യോഹന്നാനെ ജനിപ്പിച്ച സക്കറിയാവിനെ പോലെ. And Zechariah, who gave birth to John based on the voice of God that resounded in his life. ഓരോ പിതാക്കന്മാരും, Every fathers, ഓരോ മാതാക്കളും every mothers, നിങ്ങളുടെ തലമുറയെ your ഒരു generations, പ്രത്യേക തലമുറയാക്കാൻ വേണ്ടി തയ്യാറാകാം. you should get prepared that your generation would become that unique generation. ദൈവം തലമുറയെ തൊടുന്ന കാലം വരികയാണ്. A season is coming where generations will be touched by ഒരു God. തലമുറ പുറത്തു വരാൻ പോവാ. A generation is about to come out. നമ്മള് കഴിഞ്ഞ ആഴ്ച തുടങ്ങിയത് Last week what we began, ആദമിനോട് ദൈവം ഒരു വലിയ സന്തതി പരമ്പരയെ കുറിച്ച് പറയുന്നു. God spoke to Adam about generations. ആദമിനോട് അത് പറയുമ്പോൾ When God is speaking this to Adam, ഹൗവ ഈ ഭൂമിയിലില്ല. Eve was not in this earth. ഹൗവ അന്നേരം ആദമില്ല. Eve was still inside Adam. അപ്പോൾ ഒരു ജനറേഷനെ ഈ ഭൂമിക്ക് കൈമാറേണ്ട മാതൃത്വം ആദമിന്റെ അകത്തിരിക്കുക. So the motherhood that has to give birth to the generation on this earth is still inside Adam. ദൈവം ആദമിൽ സകല സന്തതി പരമ്പരയും വെച്ചിരുന്നു. So God had kept the generations inside Adam. അതുപോലെ എല്ലാ മൃഗജാലങ്ങളിലും അതിൻ്റെ അടുത്ത വരാൻ പോകുന്ന തലമുറകളെ വെച്ചിട്ടുണ്ട്. And in the same way, in other living things, the next generation is being placed of their kind. പക്ഷേ But ആദമിൽ മാത്രം ദൈവം ഈ തലമുറയുടെ മാതൃത്വത്തെ വെച്ചിരുന്നു. it was only inside Adam that the motherhood of this generation was placed. മൃഗത്തിനെ എല്ലാം ദൈവം സൃഷ്ടിക്കുന്നത് ജോഡികളായിട്ടാ. So God created animals accordingly with their pairs. അതുകൊണ്ടാണ് മൃഗങ്ങൾക്ക് ദൈവം തുണയല്ല കൊടുത്തത്, ഇണയെ കൊടുത്തത്. And that is why to animals God gave pairs and not companions. പക്ഷേ മനുഷ്യന് ദൈവം കൊടുത്ത തക്ക തുണയ. But for man God gave the perfect companion. സ്ത്രീയിൽ നിന്നല്ല പുരുഷൻ വന്നത്, പുരുഷനിൽ നിന്ന് ആ സ്ത്രീ വന്നു. It is not out of woman that man came, but it was out of man that woman came. അതാണ് മനുഷ്യ സൃഷ്ടിയുടെ പ്രത്യേകത. That is the uniqueness of the creation of the mankind. എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ഒരു കാര്യം പറയാം. What made me think is, ഒരേ ആളത്വത്തിനകത്ത് inside one person സന്തതി പരമ്പരയും മാതൃത്വവും ഇരിക്കുന്നു. there is motherhood and as well as the generation that has to take birth. അപ്പം യഥാർത്ഥത്തിൽ ആദം ആരുടെ പ്രതിപുരുഷനാ? Adam is whose representative? സകല സൃഷ്ടിയും ഇരിക്കുന്നത് ക്രിസ്തുവിൽ. The entire creation is in Christ. ക്രിസ്തുവിനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. And without Christ nothing has evolved. അപ്പൊ സകല മാനകുലവും ആദമിൽ, So entire mankind is in Adam. അതിന്റെ മാതൃത്വം ആദമിൽ. And even the motherhood is in Adam. അപ്പൊ സത്യത്തിൽ ക്രിസ്തുവിന്റെ ഒരു പ്രതിപുരുഷനായിട്ടല്ലേ ആദം നിൽക്കുന്നത്? So now Adam is standing as the representative of Christ. അതല്ലേ പുതിയ നിയമത്തിൽ വരുമ്പോൾ കുടുംബത്തിൽ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നിദാനമാക്കി നിൽക്കുന്നത്. And that is why when it comes in the New Testament, Christ is symbolized as the husband of the family. ഭർത്താവിനെ ക്രൈസ്റ്റിന്റെ സ്ഥാനം കൊടുത്താൽ നിർത്തിയേക്കുന്നത്. And for the husband, he's been given the position of Christ. അതുകൊണ്ടാണ് സ്ത്രീയുടെ തലയാ പുരുഷൻ. It is said that man is the head of the woman. കുടുംബത്തിന്റെ തലയും അവിടുത്തെ പുരുഷനാ. And the man is the head of the family. ആ കുടുംബത്തിന്റെ മൊത്തം തല ക്രിസ്തു. And the ultimate head of the family is Christ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചേ, So you have to think ഒരു this. മാതൃത്വത്തെ സന്തതികൾക്ക് കൂടെ അകത്തു വെച്ച് സൃഷ്ടിച്ച ദൈവം. So the God who kept the generation as well as the motherhood in a person. അപ്പം ഓരോ പുരുഷത്വത്തിനകത്തും ഒരു സന്തതി പരമ്പര ഇരിപ്പുണ്ട്. So in every man there is a generation that God has kept inside. അപ്പോൾ 31 അധ്യായം അനുസരിച്ച് സന്തതി പരമ്പര ഇരിക്കുന്ന പിതൃത്വത്തിലാ. So according to Genesis 1, the generations are in the father. മാതൃത്വം എവിടെ ഇരിക്കുന്നു? ഇതേ പുരുഷത്വത്തിലിരിക്കുന്നു. And even the motherhood is in this man. അപ്പൊ അതിന്റെ അർത്ഥം, So it means ഈ പുരുഷത്വത്തിനകത്തിരിക്കുന്ന സന്തതി പരമ്പരകളുടെ രൂപത്തെ വഹിക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ് ഈ മാതൃത്വം. so motherhood is that vessel that can carry the generations that has the image of this man.
ആരുടെ സ്വരൂപം ആദമിന് കൊടുത്തേക്കുന്നത്? Adam is given whose image? ദൈവത്തിന്റെ സ്വരൂപം. He has the image of God. നമ്മൾ ക്ലിയർലി പഠിച്ച ക്രിസ്തുവിന്റെ സ്വരൂപം. When we study clearly, it is the image of Christ. കാരണം ആത്മാവായ ദൈവത്തിന്റെ, because God who is a spirit, ആത്മസ്വരൂപമാണ് ഇവന്റെ അകത്ത് കൊടുത്തത്. and that spiritual image is being given to Adam. അപ്പൊ ഇവൻ വെളിപ്പെടുത്തേണ്ടത് ക്രിസ്തുവിനെയാ. So he has to manifest Christ, ക്രിസ്തുവിന്റെ സ്വഭാവം, the nature of ക്രിസ്തുവിന്റെ Christ, ഭാവം, the likeness of Christ. ഇതെല്ലാം ഇവൻ വെളിപ്പെടുത്തണ്ടേ. This is all things that he has to manifest. അതുകൊണ്ടാണ് ക്രൈസ്റ്റ് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവനെ ഒടുക്കത്തെ ആദം എന്ന് പേരിട്ടെ. That is why when Christ came to this earth, he is named as last Adam. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവ്, ഞങ്ങൾ ഈ ആദമിനകത്തില്ലയോ? Lord, I asked the Lord, were we not placed inside this Adam? ഇപ്പൊ കർത്താവ് പറഞ്ഞു, പരിമിതിയുള്ള ആദമിന്റെ കാലം ക്രിസ്തുവോട് കൂടി കഴിഞ്ഞു. So God told me the Adam who was limited with territories, his period ended with ഒരു Christ. പരിമിതിയും ഇല്ലാത്ത ആദമായി കർത്താവ് വന്നപ്പോൾ, And when God came to this earth as an Adam that has no limits, അപ്പൊ യേശു ക്രിസ്തു വരുന്നിടം വരെ ഒരു പെർഫെക്റ്റ് ആകാൻ ആർക്കും പറ്റത്തില്ല. so until Jesus Christ came to this earth, no man could become perfect. പക്ഷെ യേശു ക്രിസ്തു വന്നതിന് ശേഷം But after the arrival of Jesus, പൗലോസ് പറയുന്നു, നിനക്ക് പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് ആകാം. Paul says that you can perfect in Christ. ആദമിലെ ദൈവരൂപത്തെ, The image of God that is in Adam, ഈ ഭൂമിയിൽ അവതരിപ്പിക്കാൻ and for it to be represented on യേശു this earth, ക്രിസ്തുവിനല്ലാതെ ആർക്കും പറ്റിയിട്ടില്ല. no one else could do it except Jesus Christ. ആദമിന് അത് പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. Adam couldn't express it. ഏദൻ തോട്ടത്തിൽ അത് ഉണ്ടായിരുന്നെങ്കിലും, The Garden of Eden, even though it was there, ഏദൻ തോട്ടത്തിന് പുറത്ത് ആ രൂപം നഷ്ടപ്പെട്ടവനായിട്ട് അവൻ വരുന്നത്. outside the Garden of Eden, he is coming as the one who has lost that image. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചേ, ഏദനിലെ അവന്റെ ആയുഷ്കാലം എഴുതിയിട്ടില്ല. The period that he stayed in the Garden of Eden is not mentioned. അവൻ ഏതിന് പുറത്താക്കപ്പെട്ട സമയം മുതൽ അവന്റെ ആയുസ് എഴുതാൻ തുടങ്ങി, എണ്ണാൻ തുടങ്ങി. From the time he was put out of the Garden of Eden, from that time his age was started being counted. അപ്പൊ നീ ഏജ്, നമ്മുടെ ഓരോരുത്തരുടെ ഏജ് കൗണ്ട് ചെയ്യുന്നത് Our age is ആത്മീയ വേടിലെ ഏജ് അല്ല. Our age is being counted not on the basis of our spiritual age. ഈ ഭൂമിയിലെ കാലഘട്ടം നമ്മൾ ഈ എണ്ണുന്നത്. This age is what refers to our living on this earth. ദൈവരൂപമില്ലാതെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇമേജിനെ അതേപോലെ വെളിപ്പെടുത്താൻ കഴിയാതെ ആദം ജീവിച്ചതായി ഈ 930 വർഷം. So this 930 years of Adam is the time where he lived as a person who couldn't represent the image of God in its entirety. എന്ന് പറഞ്ഞാൽ ആ തേജസ്സോടെ, In that glory, ആ സ്വർഗീയന്റെ അതേ അധികാരത്തോടെ, in that spiritual and heavenly authority, എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ്സും ഇല്ലാത്ത ഒരു ജീവിതം. a life where there is no weaknesses. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? Are you able to understand this? ഇത് ഇച്ചിരി ആഴമേറിയ ദൂതാന്ന് എനിക്കറിയാം. I know this word is of great depth. ഇതിനെ സിമ്പിളി പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ ആ കരുത്ത്, ആ തലമുറയുടെ കരുത്ത് നിങ്ങൾ ഏറ്റെടുക്കത്തില്ല. So if I simplify this, you won't receive this word that would bring great deliverance on the generations. ആദമും ദൈവവും കൂടെ മുഖാമുഖം സംസാരിച്ച കാലങ്ങൾ ഈ ബൈബിളിൽ എഴുതിയിട്ടില്ല. The word of God doesn't mention the period where God and Adam spoke face to face. അവൻ ആ കാലം ആയുസായിട്ട് കൂട്ടിയിട്ടില്ല. God has not counted it as his age. അതുകൊണ്ടാണ് നമുക്ക് രൂപാന്തരം വരുന്ന ശരീരം കൊണ്ട് നിത്യതയിൽ നമ്മൾ പോയി വാർക്കുന്നതിനെ എഴുതിയിരിക്കുന്ന നിത്യകാലമെന്ന്. And that is why with our redeemed body, when we enter into eternity, it says that we will live for an eternal age. അവിടെ നമ്മുടെ ആയുസിനെ എണ്ണാൻ പറ്റത്തില്ല. There our age cannot be counted. ഈ ഭൂമിയിൽ നീ കഷ്ടപ്പെടുന്ന ആയുസ് നിനക്ക് എണ്ണാൻ പറ്റും. You can count your age only when you are dwelling on this earth. പാപത്തിന് നിന്റെ മേൽ മോഹങ്ങളെ കയറ്റിവിടാൻ കഴിയുന്ന കാലം എണ്ണാൻ പറ്റും. This is the time where the sin is releasing its desire upon you, and that is the time where your age can be counted. നിന്റെ പേര് പറഞ്ഞ് ചുറ്റിക്കറങ്ങുന്ന പിശാചിന് നിന്റെ ചുറ്റും കറങ്ങാൻ കഴിയുന്ന കാലം എണ്ണാൻ പറ്റും. And the Satan who is revolving around you, only that period it can be counted as your age. പക്ഷേ But പിശാചിന് ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു ശരീരം നിനക്ക് കിട്ടും. there is a body where Satan cannot expect you സാത്താൻ anything. പേടിക്കുന്ന ഒരു ശരീരം. A body that Satan is afraid of. പണ്ട് സാത്താൻ കണ്ട തേജസ്
ചുറ്റിയ ഒരു ശരീരം, a body that was filled with glory, the body that Satan has witnessed earlier. അത് നിനക്ക് കിട്ടിയാൽ When you receive it, പിന്നെ നിന്റെ ആയുസ് ആർക്കും എണ്ണാൻ പറ്റത്തില്ല. then no one else can count your age. എനിക്ക് ബൈബിളിലെ ആ വാക്യം ഭയങ്കര ഇഷ്ടമാണ്. I like this verse in the Bible. എല്ലാരും പറഞ്ഞു ലാസർ മരിച്ചെന്ന്. Everyone said that Lazarus is dead. യേശു പറഞ്ഞു ലാസർ ഉറങ്ങുവാന്ന്. Jesus said that he is sleeping. അതുകൊണ്ട് യേശു കർത്താവ് സകല മരിച്ചു കിടക്കുന്നവരുടെ അടുക്കൽ ചെന്ന് യേശു കർത്താവ് അതിനെ അപ്രോച്ച് ചെയ്ത് നോക്കിയ ഭയങ്കര രസമാണ്. So when you just see how Jesus approached every house where death happened, it is very interesting. യായിറോസിന്റെ മകളെ ചെന്ന് പേര് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു. And he went to the Jairus house and he called that daughter with her name. അവളുടെ ബാല എഴുന്നേറ്റ് വരാൻ. Daughter, get up. ലാസറിന്റെ കല്ലറ ചെന്നിട്ട് ലാസറെ പുറത്തു വരാൻ. And at the tomb of Lazarus, he is saying, Lazarus, come out. നൈനിലെ വിധവയുടെ മകന്റെ മഞ്ചലെ പോയി തൊട്ടു. And he went and touched the bed of the widow's son. എന്താ ഇതിന്റെ അർത്ഥം? What does this mean? യേശു കർത്താവ് ലാസറിന്റെ കല്ലറ പോയി എനിക്ക് തോന്നുന്നു ഒളിച്ചിരുന്നവനെ വിളിച്ചു വരുത്തുന്ന പോലെ കർത്താവ് ലാസറെ പുറത്തു വരാൻ പറഞ്ഞു. So when Jesus went to the tomb of Lazarus, I see this, that he is calling someone who was kept hidden. അതൊരു വലിയ സബ്ജക്റ്റ്, ഞാനത് പറയുന്നില്ല. That is a big subject. I am not preaching കാരണം about it today. വേദപുസ്തകാടിസ്ഥാനത്തിൽ ഭക്തൻ ഈ ഭൂമി വിട്ടാൽ, Because based on the word of God, when a saint leaves this world, ലോകം പറയുന്നു അവൻ മരിച്ചെന്ന് പറഞ്ഞാൽ, so when the world says that that holy man is dead, അവന്റെ ആത്മാവ് ക്രിസ്തുവിൽ മറയണം. his spirit has to hide in Christ. അതുകൊണ്ടാണ് ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ആ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് തിരിച്ചു കയറി പോകുന്നത്. And that is why, come here, when this voice is resounded, that spirit comes into our body and then we are taken up. ആത്മാവിന്റെ ഉടയവെങ്കലിലേക്ക് തിരിച്ചു പോന്നു. The spirit goes back to the master of it. അപ്പം ഈ ലാസർ ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാഞ്ഞാള്. So this Lazarus had no relationship with Jesus. അപ്പൊ അവന്റെ സ്പിരിറ്റ് ഇതുവരെയായിട്ട് അപ്പന്റെ അടുക്ക ചെന്നിട്ടില്ല. So his spirit has not yet reached the Father. അതുകൊണ്ടാ പറഞ്ഞ ഉറങ്ങുക അവൻ. That is why it is said that he is sleeping. Hey, come out, come out. കാരണം യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നിടം വരെ മരിക്കുന്ന സകല ആത്മാക്കളും മേളിലോട്ടല്ല പോയിക്കൊണ്ടിരുന്നത്, അവരുടെ ആത്മാക്കൾ താഴോട്ടാ പോയിക്കൊണ്ടിരുന്നത്. Because till the time Jesus was dead, buried and was resurrected, till that time everyone who died, they didn't go up to heaven, but they went into the paradise. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് വേണം ഈ ആത്മാവെല്ലാം സ്വർഗത്തിലോട്ട് പോകാൻ. Jesus has to resurrect and then these spirits have to go up. അപ്പൊ അങ്ങനെയെങ്കിൽ ലാസറിന്റെ ആത്മാവ് താഴോട്ടാ പോയേക്കുന്നത്. It means the spirit of Lazarus has gone down to paradise. അതുകൊണ്ടാണ് ലാസറിനെ വാ മോനെ എഴുന്നേറ്റ് വാ. That is why Jesus said, hey son, come up. താഴോട്ട് പോയ സാധനം ഇങ്ങ് കയറി വരാൻ. Son who has gone down, you come up. അപ്പൊ മറഞ്ഞിരിക്കുന്ന ഒരാളെ വിളിച്ചു വരുത്തുന്ന പോലെ ലാസറിനെ വിളിച്ചു വരുത്തി. So God is calling out Lazarus as the one who was staying hidden for a time. ബാലെ എഴുന്നേൽക്കാന്ന് പറയുമ്പോൾ ഒരാളെ തട്ടി എഴുന്നേൽപ്പിക്കുക. So when Jesus says, hey daughter, get up, he is calling somebody who is sleeping. ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ തട്ടി എഴുന്നേൽപ്പിക്കുക. The one who is sleeping, Jesus is calling him up. നൈനിലെ വിധവയുടെ മകനെ ചെന്ന് തൊട്ടു. And Jesus went and touched the widow's son. അപ്പൊ അതിന്റെ അർത്ഥം ആരെങ്കിലും ഒന്ന് തൊട്ടാൽ എഴുന്നേറ്റ് വരുന്ന സ്റ്റേജിലാവനെന്ന്. So he is in that stage that if anyone just touches him, he will wake up. പക്ഷെ തൊടേണ്ടത് കർത്താവ് തൊടണം. But God has to touch him. അതുകൊണ്ടാണ് യേശു പറഞ്ഞേ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. That is why Jesus said that those who believe in me will live even if they die. അപ്പം മരണത്തിന് നിന്റെ അടുക്കൽ വരാൻ പറ്റുന്ന, പിശാചിന് നിന്റെ അടുക്കൽ വരാൻ പറ്റുന്ന, പാപങ്ങൾക്ക് നിന്റെ അടുക്കൽ വരാൻ പറ്റുന്ന, ലോകത്തിന്റെ മുഴുവൻ പദ്ധതികൾക്ക് നിന്റെ അടുക്കൽ വരാൻ പറ്റുന്ന കാലഘട്ടത്തിനാ ആയുസ് എന്ന് പറയുന്നത്. And your age is the time where this sin can come to you, where death can come to you, where Satan can fight against you. This is the period which we term as your age. അതിനു മുമ്പ് ആദമിന് ഏദനിലായിരുന്നപ്പം ആ ടൈം ഈ ബൈബിളിൽ സൂചിപ്പിക്കുന്നേയില്ല. And the time that Adam spent in the Garden of Eden is not mentioned in the Word of God.
അതല്ലേ യേശു ക്രിസ്തുവിന്. യേശു ക്രിസ്തു എത്ര വയസ്സ്? 33.5 വയസ്സ്. So regarding Jesus Christ, it is said that he was of 33.5 years age. അത്ര ഉള്ളോ യേശുവിന്? Was Jesus of that അവൻ age? അനാദിയിലെ ദൈവമാ. He was the eternal God. അവൻ ഇന്നും ദൈവമാ. Even he is God now. നാളെയും ദൈവമാ. Tomorrow also he is God. ഈ പാപ ലോകത്തിലോട്ട് വന്നപ്പോഴേ ഏജ് ആണ് ആ 33.5 വയസ്സ്. That 33.5 years of age of Jesus is when he came to the sinful world. നീ ആയിരിക്കുന്ന ഈ പാപലോകത്തിലെ കാലഘട്ടം നിന്റെ ആയുഷ്കാലമായിട്ട് എഴുതിയേക്കുന്നത്. It is your age that is mentioned is the time that you have spent in the sinful world. അപ്പൊ ആദമിനോട് ദൈവം പറയുമ്പോ, So when God speaks to Adam, നിനക്ക് തരാൻ പോകുന്ന തലമുറ, the generation that I am going to give ആ you, തലമുറയെ ചുമക്കേണ്ട മാതൃത്വം, and the motherhood that has to give birth to this generation, അത് നിന്റെ അകത്ത് ഞാൻ തരിക. that is, I am giving that inside of you. അപ്പൊ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായി, യേശു ക്രിസ്തുവിന്റെ റെപ്രസെന്റേറ്റീവായി ആദം ഈ ഭൂമി നിൽക്കുന്നു. Adam is standing as the representative of Jesus Christ. അത് ആ തലമുറയെ കുറിച്ച് അത് നമ്മൾ 28 വാക്യത്തിൽ വായിച്ച്, അതെങ്ങനെയുള്ള തലമുറയാ? 1:28. Genesis chapter 1 verses 28. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്നവരോട് കൽപ്പിച്ചു. And God blessed them, and God said to them, be fruitful and multiply, and fill the earth and subdue it, and have dominion over the fish of the sea, and over the birds of the heavens, and over every living thing that moves on the earth. ദൈവം അവരെ അനുഗ്രഹിച്ചു. God blessed them. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകണം. You should multiply and fill the earth. ഭൂമിയിൽ നിറയണം. You should be fruitful and multiply and fill the earth. അപ്പോൾ ഒരു സ്പെഷ്യൽ ജനറേഷനെ അവിടെ പറയുന്നത്. So God is mentioning a special generation over there. മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ജനറേഷൻ, A generation that multiplies. വാഴുന്ന ഒരു ജനറേഷൻ, A generation that has dominion. സ്പെഷ്യൽ ക്വാളിറ്റി ഉള്ള ഒരു ജനറേഷൻ. A generation that has special qualities. എന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റി എല്ലാം എടുത്തു വെച്ച് നോക്കിയാൽ ആ ക്വാളിറ്റി എല്ലാം ക്രിസ്തുവുമായിട്ട് കണക്റ്റഡാ. So if you take those qualities, it is all connected to Christ. അപ്പം ദൈവരൂപത്തിന്റെ പ്രൊഡക്റ്റിനെ ഉണ്ടാക്കണമെന്നാണ് ആദമിനോട് ദൈവം പറയുന്നത്. So God told Adam that you should create a product that will have the image of God. സ്തോത്രം. Amen. ദൈവത്തിന്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. You should create a product of God. അപ്പൊ ആ പ്രൊഡക്റ്റിനെ 9 മാസം ചുമക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു മാതൃത്വമാണ് നിന്റെ അകത്തിരിക്കുന്നത്. So there is a motherhood placed inside of you that can bear this generation for 9 months. അതുകൊണ്ട് അവളെ തക്ക തുണ എന്ന് പറഞ്ഞു. That is why she is called as the perfect companion. അപ്പൊ ദൈവരൂപത്തെ ആദമിന്റെ അകത്ത് വെച്ചിട്ട് ആ രൂപത്തെ പെരുകുന്ന ഒരു സന്തതിയാക്കി ഭൂമിയിലല്ല ആ ദൈവരൂപത്തെ നിറയ്ക്കാൻ ആ അവകാശം ലഭിച്ച ഒരു പിതൃത്വമാണ് ആദമിന്റെ പിതൃത്വം. So the God placed his image inside of Adam, and so that he would give birth to a generation that will bring in abundance the image of God and fill this earth, and with of that capacity God has placed a motherhood, or he carries a fatherhood inside of him. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിലോട്ട് വെളിപ്പെട്ട് വരേണ്ടതെല്ലാം ദൈവരൂപമായിരിക്കണം. It means everything that has to be manifested on this earth, it should have the image of God. അപ്പോൾ അതിൻ്റെ അർത്ഥം It means ഏദന്റെ വലിപ്പം നീ കൂട്ടണം. you should increase the boundaries of Eden. കാരണം ദൈവരൂപത്തിന് പാർക്കാൻ ദൈവം കൊടുത്ത ഏദനാ. Because God gave Eden for the image of God to dwell. അവിടെ 2 പേരെ ആക്കി. 2 were placed over there. അവരുടെ പിതൃത്വത്തെ മാതൃത്വത്തെ. And it was the fatherhood and the motherhood. അതിനെ എക്സ്പാൻഡ് ആകാൻ പോവാ. And now it is going to expand. അത് വർദ്ധിക്കാൻ പോവാ. It is going to multiply. അപ്പൊ അതിന്റെ അർത്ഥം എന്റെ ടെറിട്ടറി
വലുതാക്കണം. It means its territory has to be increased. അതുകൊണ്ടാ പറഞ്ഞത് വേല ചെയ്യുന്നവൻ ഉണ്ടാകണം, ഇല്ലാതെ തോട്ടത്തിനകത്ത് ഞാൻ പരിപാടി ചെയ്യത്തില്ല. That is why it is said that the one who can labor, I need such a person, or else the expansion cannot happen. ഏതനെ എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുന്ന വേലക്കാരൻ വേണം. I need a laborer who will expand Eden. അതുകൊണ്ടാ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ പോലെ ദൈവത്തിന് ഈ തോട്ടത്തിന് സമമായി ഇപ്പോൾ ഒരു തോട്ടം ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാ ദൈവസഭ. And that is why in the earlier sermons I have said that the Garden of Eden, it has its parallel right now, and that is the church. അത് ഒരു കെട്ടിയടച്ച തോട്ടം. That is a garden that is covered and locked. ആ തോട്ടത്തിന്റെ പ്രത്യേകത എന്താ? What is the uniqueness of this garden? രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കയറ്റുന്ന തോട്ടം. A garden that gives access to all those who are saved. അതിന്റെ അർത്ഥം ദിവസം തോറും എക്സ്പാൻഡ് ആകുന്നത് ആ തോട്ടം. It means every day in that garden expansion is happening. അങ്ങനെയെങ്കിൽ If it is so, ഈ തോട്ടം എക്സ്പാൻഡ് ആകേണ്ട തോട്ടമാണ്. so this garden is supposed to expand. അപ്പൊ ഈ തോട്ടത്തിൽ എന്താ പറ്റിയേ? What happened in this ഈ garden? രണ്ടു പേർക്ക് ഒരു ജനറേഷനെ പുറത്തെടുക്കാൻ പറ്റിയില്ല. These two couldn't give birth to a generation. അവർക്ക് കൊടുത്ത ആദ്യത്തെ ബ്ലെസ്സിങ് സന്താന പുഷ്ടിയുള്ളവരായിട്ട് പെരുകണമെന്ന്. The first blessing that was given to them is being fruitful and to multiply. അപ്പൊ ഇതിനകത്ത് അവർക്ക് മൾട്ടിപ്ലൈ ആകാൻ പറ്റിയില്ല. So inside this they couldn't multiply. അവരോട് എന്തോത്തിൻ്റെയിലൊക്കെ വാഴാനാ പറഞ്ഞ്. They were told to have dominion over all ഭയങ്കരമാണ്. rich things. ഭൂമിയിൽ നിറഞ്ഞിട്ട് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുക്കളുടെ മേലും വാഴുവീൻ എന്ന് കൽപ്പിച്ചു. Fill the earth and subdue it, and have dominion over the fish of the sea, and over the birds of the heavens, and over every living thing that moves on the earth. എന്ന് പറഞ്ഞാൽ ഭൂമി ചലിക്കുന്ന ഏതെല്ലാം ഇതുണ്ടോ അതിന്റെ മേലല്ല. It means every living thing that moves on the earth, you have dominion over all those things. അപ്പം നീ ഉണ്ടാക്കുന്ന ജനറേഷൻ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നീ ആ ക്വാളിറ്റിയിൽ ഇതിനകത്ത് വേല ചെയ്യാൻ തുടങ്ങണം. So if your generation has to operate in this quality, you should start laboring according to this quality. അതിന്ന് പ്രസംഗിക്കാൻ നമുക്ക് സമയമില്ല. We don't have much time to preach about it, കാരണം നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരണം. because we have to come to our focal ഈ point. ഒരു വേർഡ് ഞാൻ പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ, Why did I mention this word? 3-ാം അധ്യായത്തിൽ വരുമ്പോൾ When we come to chapter 3, ഇവൻ അടക്കി വാഴണമെന്ന് പറയുന്ന അതേ ജന്തുവാണ് ഈ മാതൃത്വത്തിന്റെ മുമ്പിൽ വന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. so now where God says that you have to have dominion over all these living things, one of that living thing is coming in front of the motherhood, and he is starting to deal with the Eve. അപ്പൊ മെയിൻ അതോറിറ്റി, ഇതിനെ ഗാർഡ് ചെയ്യേണ്ട മെയിൻ അതോറിറ്റി ആദമിന്റെയാ. So Adam was given the ultimate authority of guarding this garden. 2, ആദമിന്റെ അടുത്ത ഇതാണ് ഇവളെ കൂടെ തക്ക തുണയായിട്ട് എപ്പോഴും കൊണ്ടു നടക്കണം. And the second എപ്പോഴും അവന്റെ കൂടെ ഇരിക്കാൻ ദൈവം കൊടുത്ത. And the second responsibility that was given to Adam is to always be with his perfect companion. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ വന്നപ്പോൾ ലേഖനത്തിൽ എഴുതി വെച്ച പ്രാർത്ഥനയ്ക്കല്ലാതെ വേർപിരിഞ്ഞിരിക്കരുത്. That is why in New Testament in the letters it is said that except for prayer you shouldn't stay separated. അതിന്റെ കാരണം എന്താ? What does it mean? പ്രാർത്ഥനാ സമയത്ത് പോലും നീ ഇരിക്കുന്ന നിന്റെ ഒറിജിനൽ മണവാളന്റെ കൂടാ. So even when you are in prayer, you are sitting with your original bridegroom. അതുകൊണ്ടാണ് അവിടെ പിരിയാൻ അവസരം തന്നെ. So that is why you are given a point to stay പക്ഷെ separated. നീ ഭൂമിയിലായിരിക്കുമ്പോ, But if you are in this earth, അപ്പൊ അതിന്റെ അർത്ഥം നീ പ്രാർത്ഥനാ മുറിയിൽ കയറുമ്പോ നീ ഭൂമിയിലല്ല, നീ ആത്മതലത്തിലാ. so it means when you are entering for prayer, you are not in the physical realm, but you are in the heavenly realm. അതുകൊണ്ടാണ് യേശു കർത്താവ് നിന്നെ സ്വർഗസ്ഥലത്തിരുത്തിയിരിക്കുന്നു, ഉയർപ്പിച്ച സ്വർഗസ്ഥലത്തിരിക്കുന്നു എന്ന് പറഞ്ഞേക്കുന്നത്. That is why Jesus said that you are raised up and being seated on the heavenly അപ്പൊ അതിന്റെ places. അർത്ഥം നീ കർത്താവുമായിട്ട് കണക്ട് ആകുമ്പോ നീ എപ്പോഴും ഇരിക്കുന്ന എവിടാ? സ്വർഗീയ It സ്ഥലത്ത്. means every time you get connected to the Lord, you are placed in the heavenly realm. അവിടെയാണെങ്കിൽ നിന്റെ മണവാളൻ ആരാ?
കർത്താവായ യേശു ക്രിസ്തു. So when you are seated there, who is your bridegroom? It is Lord Jesus അപ്പൊ Christ. അതിനർത്ഥം നീ പ്രാർത്ഥനയിൽ എവിടെ കയറണം? It means through prayer, where should you go? നീ പ്രാർത്ഥനയിൽ സ്വർഗസ്ഥലത്തെത്തണം. It means through prayer you should go up to heavenly realms. അതുകൊണ്ടാണ് യേശു കർത്താവ് പ്രാർത്ഥനയെ കുറിച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ്. That is why about prayer Jesus said, the Father who sees you in secret. കാരണം നീ പ്രാർത്ഥനയിൽ എത്തിയ രഹസ്യ സ്ഥലം ലോകത്തിന് മനസ്സിലാകത്തില്ല. Because the secret place that you have come in prayer, the world cannot discover it. ഒരുപക്ഷെ ലോകം കാണുന്ന കരയുന്ന നിന്നെ ആയിരിക്കും. The world sees you crying. ഹന്നയുടെ ഭാഷ പറഞ്ഞ ചിറി കൂട്ടി അടിക്കുന്ന ഒരാളെ ആയിരിക്കും And in കാണുന്നത്. the language of Hannah, it would be someone who is just blabbering. അതുകൊണ്ടാണ് ഏലി പുരോഹിതൻ പോലും പറഞ്ഞത് അവള് വീഞ്ഞു കുടിച്ചിരിക്കുകയെന്ന്. That is why even the priest Eli said that she is drunk. ഒരുപക്ഷെ നീ ഒരു മുറിക്കകത്തിരിക്കുമായിരിക്കും. You would be sitting in a room. ഒരുപക്ഷെ നീ ഒരു ചെയറിൽ You ഇരിക്കുമായിരിക്കും. would be sitting on a chair. പക്ഷേ കർത്താവ് പറയുന്നു ഒറിജിനലി പ്രാർത്ഥിക്കുന്നവൻ രഹസ്യമുറിയിലേപ്പോ. But God says that the one who prays originally, he is in the secret place. കാരണം അവന്റെ രഹസ്യ സ്ഥലം ഏതാ? Because where his is secret place. യേശു കർത്താവിനെ ഉയർപ്പിച്ചു കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന സ്വർഗീയ സ്ഥലം. Oh, it is the place where Jesus Christ is being raised up and is being placed right now. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞേ, ഞാൻ ശരീരത്തോടുകൂടെ അല്ലാതെയോ എങ്ങനെയാണെന്ന് അറിയത്തില്ല, മൂന്നാം സ്വർഗം വരെ എടുക്കപ്പെട്ടു. That is why Paul said that I don't know if it is in body or not, but I was taken up to the third heavens. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, ഞാൻ എന്നും അവന്റെ സ്വർഗീയ ദർശനം കാണാതെ ചൂടുവെക്കത്തില്ല. That is why Paul says that except without having a heavenly vision, I do not take a step. അതാണ് ഒരു ദൈവവൈതലിന്റെ അവകാശം. That is the inheritance of a child of God. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, കർത്താവ് നിർബന്ധം പറഞ്ഞു ഹവ്വയും ആദമും കൂടെ പിരിഞ്ഞിരിക്കാൻ പാടില്ല. God gave them a mandate that Adam and Eve shouldn't stay separate. ഞാൻ പ്രസംഗിക്കുന്ന ഗൾഫുകാരോടാണെന്ന് എനിക്കറിയാം. I know I am speaking to the Gulf. അവർക്ക് ഇതൊരു ദഹിക്കാൻ പറ്റുന്ന ഒരു ദൂതല്ലെന്നും എനിക്കറിയാം. I know this word, it is not much easy for you to receive it. കർത്താവ് അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി തരാൻ കർത്താവിന് കഴിയും. So if God has written this in his word, he can also create situations favorable for this to fulfill. അടുത്തത് ശ്രദ്ധിച്ചേ. So be careful, pay attention to the next part. ഈ മൂന്നാം അധ്യായത്തിൽ വരുമ്പോ When we come to this chapter 3, ആദം ഒരിടത്തും ഹവ്വ വേറൊരിടത്തും. Adam is in one place and Eve in is another place. അപ്പൊ അവിടുത്തെ കണ്ടീഷൻ തെറ്റി. So there they have disobeyed the condition. രണ്ടാമത്, Second thing, ഈ തോട്ടത്തിനകത്ത് പുറത്തുനിന്നൊരു ശക്തി പ്രവേശിച്ചു. inside this garden, a power from outside the ഈ garden came in. തോട്ടത്തിലുള്ള ഒരു പാമ്പിന്റെ മേൽ ആ പവർ കയറി. So this power entered into a snake that was inside the garden. അപ്പം വേല കാക്കുന്ന കാര്യത്തിനകത്തും ഇവൻ പരാജയപ്പെട്ടു. So it means even in his responsibility of guarding, he failed. ഈ വിഷയങ്ങൾ ഞാൻ ഞായറാഴ്ചകളിലെ ശുശ്രൂഷകളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. I am speaking about these things in a Sunday service. അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തൊടുന്നില്ല. So I am not going into much details. അവിടെ ഹവ്വ ചതിക്കപ്പെടുന്നു. There Eve was deceived. അവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ചു. That is where we stopped last week. യേശു കർത്താവ് Jesus Christ, ഹവ്വയോട് പറയുന്ന ദൂത്, the word that is പിതാവായ spoken to Eve, ദൈവം ഹവ്വയോട് പറയുന്ന ദൂത്, the word where God the Father is speaking 3:15. to Eve, and chapter 3 verses 15. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. I will put enmity between you and the woman, and between your offspring and her offspring. അതുകൊണ്ടാണ് പിശാചിനെ പറഞ്ഞ പിശാച് പഴയ സർപ്പം എന്ന സാത്താൻ, And പഴയ പാമ്പായ സാത്താൻ. that is why about Satan it is said that he is the old serpent, that is Satan. അപ്പം പാമ്പിന്റെ മേൽ പ്രവേശിച്ച ഒരു സാത്താൻ. So a Satan who came inside the serpent. അപ്പൊ എന്തോ കർത്താവോട് ദൈവം ഇവിടെ പറഞ്ഞേക്കുന്നത്? What is God telling here? ഞാൻ നിനക്കും സർപ്പന്റെ സാത്താനെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും. Satan between you and between your offspring, സ്ത്രീക്കും അവിടെ സന്തതിക്കും. and between woman and her offspring. എന്തോ ഇത് ചെയ്യും? ശത്രുത്വം ഉണ്ടാക്കും. What will I do? I will put enmity. അവൻ ആരാ? He, സ്ത്രീയുടെ സന്തതി
സർപ്പത്തിന്റെ തല തകർക്കും. The offspring of woman will crush the head of the Satan, of the serpent. നീ ആരെ? പിശാച്, സർപ്പന്റെ നിന്റെ സന്തതി അവന്റെ കുതികാൽ തകർക്കും. And serpent, your offspring will bruise its heel. അപ്പൊ അതിന്റെ അർത്ഥം, It means സന്തതികളെ ജനിപ്പിക്കണമെങ്കിൽ ഒരു മാനവകുലം വേണം. It means to give birth to a generation, a mankind is necessary. ദൈവത്തിന് ആദമുണ്ട്, God has Adam. സാത്താനും വേണം ഒരു സന്തതി പരമ്പര. Even Satan needs a generation. അപ്പൊ ഇപ്പൊ എന്താ സംഭവിച്ചേക്കുന്നത്? What is happening here? ഈ മനുഷ്യൻ രണ്ടിടത്തും ഇപ്പം ഉണ്ട്. This man is in both the side. ഇപ്പൊ ആരുടെ വാക്ക്? ഇത് ഒരു നീണ്ട കാലഘട്ടം ദൈവത്തിന്റെ ശബ്ദം കേട്ടവർ ഇപ്പൊ ആരുടെ വാക്കും കേൾക്കാൻ തുടങ്ങി. So these people who were hearing the voice of God for a long time, now they are also hearing whose voice? സാത്താനെ അവന്റെ പദ്ധതികളെയും അറിയാത്ത ഒരു ജനറേഷനെ ദൈവം ഉണ്ടാക്കിയത്. So God created a generation who didn't knew Satan or his plans. ഇത് ഗ്രഹിക്കണമെങ്കിൽ ഇച്ചിരി ആഴത്തിൽ പഠിക്കേണ്ട ഒരു കാര്യം. So if we have to understand this, we should study this in much depth. കഴിയുമെങ്കിൽ ഞായറാഴ്ചത്തെ മീറ്റിംഗ് കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇത് മനസ്സിലാവും. So if possible, you can also watch our Sunday service. ഞാൻ and അത് you will be അത് able to ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ understand പോകുന്നില്ല. this. I am not going into much details. നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം. അപ്പം നന്മ ദൈവത്തിൽ, തിന്മയാരിൽ? പിശാചിൽ. So the tree of knowledge of good and evil, it means good is in God and evil is in Satan. അപ്പൊ ദൈവത്തെയും പിശാചിനെയും കൂടെ അറിയാൻ ശ്രമിക്കുന്നു. So the effort to understand God and also Satan. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇൻഫർമേഷനും പിശാചിന്റെ ഇൻഫർമേഷനും ഇപ്പോൾ ഒരു ശരീരത്തിൽ. So the information from God and from Satan is inside one body. അത് ഞാൻ സൺഡേ പറയും. I will preach about it on Sunday. അപ്പോൾ സന്തതി രണ്ട് ടൈപ്പ് ഉണ്ടാകുന്നു. So there are two type of generation. ഒന്ന് തല തകർക്കുന്ന ഒരു സന്തതി. One, a generation that will shatter the head. രണ്ട് കുതികാൽ തകർക്കുന്ന സന്തതി And പരമ്പര. second, a generation that will bruise the other generation's heel. മൂന്നാം അധ്യായത്തിൽ എത്തിയപ്പോൾ പറഞ്ഞു നിർത്തുന്ന തലമുറ ഇതാ. So this is the generation that is mentioned in chapter 3 and then it ends. അതിന് കൊടുത്ത ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ മെയിൻ കോമൺ നെയിം സന്തതി പരമ്പര, പെരുകുന്ന സന്തതി പരമ്പര. And the common name to this generation is given as the generation that will multiply. അത് ആദമിനെ നോക്കി പറഞ്ഞ ദൂത. And this is the word that God prophesied over Adam. ഈ ദൂത് പറയുമ്പോൾ ഈ മാതൃത്വം അകത്തിരിപ്പുണ്ട്. And when God is saying this word, the motherhood is inside of Adam. അപ്പം അവ്വ വഞ്ചിക്കപ്പെട്ടപ്പോൾ, And when Eve was deceived, ശ്രദ്ധിക്ക, you have to pay attention. എന്തിനാ കേടുവന്നേ? What was brought into problem? ദൈവത്തിന്റെ സ്വരൂപത്തെ പ്രസവിക്കേണ്ട ഗർഭപാത്രത്തിനാ കേടുവന്നേ. So it was the womb that has to give birth to the image of God was affected. നമ്മൾ വരും ദിവസങ്ങളിൽ അബ്രഹാമിന്റെ വിഷയം ഇതൊക്കെ എടുക്കുമ്പോൾ ഇത് ക്ലിയർ ആവും. So in the coming days when we touch about the life of Abraham, we can understand this. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയുള്ള സന്തതികളുടെ ജീൻ ആരിലിരിപ്പുണ്ട്? അബ്രഹാമിലിരിപ്പുണ്ട്. So the gene for a generation that will be filled as much as the number of the stars that is placed inside of Abraham. പക്ഷെ ആ ജീനിനെ പ്രോപ്പറായിട്ട് പ്രസവിച്ച് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഗർഭപാത്രമേ ഉള്ളൂ. അതിന്റെ പേര് സാറ. And for that gene to operate and to give birth to that perfect generation, there is only one perfect womb, that is the womb of Sarah. പക്ഷെ ഈ ജീന് ആദ്യം വീഴുന്ന പെർഫെക്റ്റ് ഗർഭപാത്രത്തിലല്ല. But this gene is not falling in the perfect womb in the first chance. അത് വീഴുന്ന ഒരു മിസ്രൈമ്യ ദാസിയുടെ ഗർഭപാത്രത്തിലാണ്. It is falling into the Egyptian woman's womb. അത് നമ്മൾ അടുത്ത ദിവസം പഠിക്കും. Next days, in the other days, we would learn ഇപ്പൊ about ഏകദേശം this. പിടികിട്ടിയോ? I believe that you are able to understand this. ദൈവരൂപത്തെ പ്രസവിക്കേണ്ട ഗർഭപാത്രമാണ് ഹവ്വ.
Eve is the womb that has to give birth to the image of God. അപ്പോൾ ഒറ്റ ഇമേജ് ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരാവും. So only one image should take birth out of that womb. അപ്പൊ അങ്ങനെയെങ്കിൽ ആ ഗർഭപാത്രത്തിൽ ഒരു ഇൻഫർമേഷൻ ഉണ്ടാകാവൂ. It means that womb should have only one information. പിതാവിൽ നിന്ന് വരുന്ന The ഇൻഫർമേഷൻ, information that comes from അത് Heavenly Father. ഭർത്താവിലൂടെ വരുന്ന ഇൻഫർമേഷൻ. That the information that comes through the husband. പക്ഷെ ഇപ്പോൾ But now, ഭർത്താവ് അറിയാതെ, without the knowledge of പിതാവായ husband, ദൈവം അറിയാതെ without the knowledge of God the Father, ഒരു ഇൻഫർമേഷൻ ഇവിടെ അകത്ത് കയറി. a information has entered her. അപ്പൊ ഇവളിൽ നിന്ന് ഇപ്പൊ തലമുറ രണ്ട് ഗ്രൂപ്പായി മാറാൻ പോവാ. It means from inside of her, the generation is going to be categorized. അപ്പൊ ഇവളുടെ ഗർഭപാത്രം ഈ തലമുറയെ രണ്ടായിട്ട് തിരിച്ചു. It means her womb divided this generation into two groups. അതൊന്നെന്തുവാ? തല തകർക്കുന്ന ഒരു ജനറേഷൻ. A generation that will bruise your head. എന്ന് പറഞ്ഞാൽ പിശാചിന്റെ തല തകർക്കുന്ന ഒരു A ജനറേഷൻ. generation that will bruise the head of the Satan. ദൈവത്തിന്റെ ഇമേജിന്റെ കുതികാൽ തകർക്കുന്ന മറ്റൊരു തലമുറ. And a generation that will bruise the heel of the generation that has the image of God. ഒന്നുകൂടെ ഞാൻ പറയാം. Once again I will repeat this. ദൈവത്തിന്റെ ഇമേജിന്റെ കുതികാൽ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു തലമുറ. A generation that tries to bruise the heel of the generation that has the image of God. പിശാചിന്റെ തലയെ തകർക്കുന്ന ഒരു ദൈവരൂപം. A generation that has the image of God and that tries to bruise the head of the Satan. ഇത് രണ്ടും ഇവളിൽ നിന്ന് പുറത്തു വരിക. Both of these generations are taking birth from her. ഒന്ന് ദൈവാത്മാവിന്റെ പ്രചോദനത്താൽ, One, it is by the inspiration of the Holy Spirit. രണ്ട് വഞ്ചനയുടെ ആത്മാവിന്റെ പ്രതിരോധത്താൽ, പ്രേരണയാൽ. And second, the birth is taking because of the inspiration of the spirit of deceit. അത് നമ്മൾ 4-ാം അധ്യായത്തിൽ കാണുന്നു. That we see in chapter 4 of Genesis. 4-ാം അധ്യായത്തിൽ Chapter 4, ആരംഭിക്കുമ്പോൾ രണ്ട് തലമുറ ഉണ്ടാവുന്നു. when it begins, there is two generation. ആദമിനുണ്ടാകുന്ന രണ്ട് തലമുറ. There are two generations. There are two offsprings for Adam. ഒന്ന് One ഖയീൻ, one is Cain. രണ്ട് ഹാബേൽ. Second is Abel. രണ്ടിന്റെ സ്വഭാവം രണ്ടാ. Both of their characters are different. ഞാൻ ഒത്തിരി വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. I don't want to interpret it more. നിനക്ക് ദൈവവുമായിട്ടുള്ള അസോസിയേഷൻ തീരുമാനിക്കും നിന്നിൽ നിന്ന് ഏത് തലമുറ പുറത്തു വരണമെന്ന്. Your association with God will determine what kind of generation has to take birth out of you. നിനക്ക് ദൈവവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടോ? If you have a good relationship with God, അത് ക്രിസ്തുവുമായിട്ട് കണക്റ്റഡ് ആയ ഒരു തലമുറയായിരിക്കും ജനിപ്പിക്കുന്നത്. it will give birth to a generation that is related to Christ. നിനക്ക് ദൈവവുമായിട്ട് നല്ലൊരു ബന്ധം ഇല്ലയോ? If you do not have a good relationship with ദൈവവുമായിട്ട് നിനക്ക് ഒരു ബന്ധമേ ഇല്ലയോ? God, if you have no relationship with God, തീർച്ചയായിട്ടും surely സാത്താന് പ്രയോജനമുള്ള ഒരു തലമുറയെ നീ ജനിപ്പിച്ചിരിക്കും. you will give birth to a generation that will be used by Satan. ഇതിൽ രണ്ടിനും ഇടയ്ക്ക് ഒരു കളി കളിക്കാൻ പറ്റത്തില്ല. In between these both generations, there is nothing else that can happen. യേശു കർത്താവ് പറഞ്ഞു ഒന്നുകിൽ ദൈവത്തെ അല്ലെങ്കിൽ മാമോനെ. Jesus said that either you serve God or Mammon. നമ്മളൊക്കെ വിചാരിക്കുന്നത് അല്ലാത്തതുണ്ടെന്നാ. ഇല്ല, ബൈബിൾ അനുസരിച്ച് രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ. We say that there would be another some group, but the word of God says there is only two groups. പക്ഷെ നമ്മുടെ ഇടയിൽ ഒരു മാസ്ക് ധരിച്ച ഗ്രൂപ്പുണ്ട്. But in midst of us there is a group that wears mask. അഭിനയത്തിൽ അവർ ദൈവമക്കളാ. In acting they are the children of God. പക്ഷെ സ്വഭാവത്തിൽ അവർക്ക് ദുഷ്ടന്റെ സ്വഭാവമാണ് കൂടുതൽ. But in nature they have this nature of the wicked. അവരെ ബൈബിൾ പറഞ്ഞ അവൻ ദുഷ്ടനാണെന്ന. The word of God says that they are wicked. അത് കൈനെ നിങ്ങൾ നോക്ക. So look to Cain. 1-ാം വാക്യത്തിൽ കൈനെ ആരാന്ന് പറഞ്ഞേക്കുന്നത്? In verse 1, who is Cain? വായിച്ചാട്ടെ. Now Adam knew Eve his wife, and she conceived and bore Cain, saying, I have gotten a man with the help of the Lord. And again she bore his brother Abel. Now Abel was a keeper of sheep and Cain a worker of the ground. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, See there. കൈനെ കുറിച്ച് ഹവ്വാമ്മച്ചി പറയുന്നത് ദൈവം എനിക്കൊരു പുരുഷപ്രജ തന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ച കൈനെന്ന. So while mentioning about Cain, Eve says that I have gotten a man with the help of the Lord. It means a man who took birth through God.
പക്ഷെ ബൈബിൾ എന്താ പറയുന്നത്? But what does the word of God say? 1 യോഹന്നാൻ 3:12 നടത്ത്. Let's turn to 1 John chapter 3. 1 യോഹന്നാൻ 3:12 വായിച്ചാട്ടെ. 1 John chapter 3 verses 12. We should not be like Cain, who was of the evil one and murdered his brother. And why did he murder him? Because his own deeds were evil and his brother's righteous. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? What is being said there? കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല, അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റെത് നീതിയുള്ളത് കൊണ്ട് അത്രേ. Cain, who was of the evil one and murdered his brother. Why did he murder him? Because his own deeds were evil and his brother's righteous. അപ്പൊ കയീന്റെ പ്രവൃത്തി ദുഷ്ടത നടന്ന. It means the deeds of Cain was of evil. പക്ഷെ ആരാധനയിലുണ്ടവൻ. But he is in the worship. അവൻ യാഗം കൊണ്ടുവന്നു. He also brought അവൻ sacrifice. ദൈവത്തെ വിളിച്ചു. He also called out to God. അവന്റെ തകർച്ച വന്നപ്പോ, വീഴ്ച വന്നപ്പോ അവൻ കരയൊക്കെ ചെയ്തു ദൈവത്തോട്. When he failed, he also cried out to the Lord. പക്ഷെ നമ്മൾ 4-ാം അധ്യായം വായിക്കുമ്പോൾ But when we read chapter 4, എല്ലാ കാര്യവും ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ ദൈവസന്നിധി വിട്ടുപോയി. when everything was good, he went away from the presence of the Lord. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? Are you able to understand? അവനെ ദൈവം പറഞ്ഞ ഇവൻ ദുഷ്ടനീ എന്നുള്ളവനാ. The Lord says that he is of the evil one. അവസരവാദിയെ നീ ദുഷ്ടനിൽ നിന്നുള്ളവനാണെന്നാ വേദവസം പറയുന്നത്. Word of God says that you who sees or seeks for an opportunity or stays with the presence of God for an opportunity, you are of the evil one. എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രം കർത്താവ് വേണം. It means only for some needs you need God. നിന്റെ വിഷയങ്ങളെല്ലാം കർത്താവ് ചെയ്തു തരണം. God has to resolve all your പക്ഷെ situations. നിന്റെ ലൈഫ് കർത്താവുമായിട്ട് ബന്ധമില്ല. But your life has no relationship with the Lord. നിന്റെ പേര് ദുഷ്ടനെന്നാ. Your name is the evil one. നിനക്കൊരു ക്രിസ്തു കേന്ദ്രീകൃത സന്തതിയെ ജനിപ്പിക്കാൻ പറ്റത്തില്ല. You cannot give birth to a Christ-centered generation. ഇതാ ഹവ്വ നിനക്ക് പറ്റിയേ. That is what happened to you, Eve. നിന്റെ അകത്ത് Inside of you, പിതാവായ ദൈവമോ God the Father, നിന്റെ ഭർത്താവോ You- അറിയാതെ കേറിയ ഒരു ചതി കിടപ്പുണ്ട്. there is a deceit that entered inside of you without the knowledge of God the Father or your husband Adam. ആ ചതിക്ക് നിന്റെ കൂടെ കൂട്ടി നിന്ന ഒരു ആദം നിനക്കുണ്ട്. And in that deceit there is an Adam who stayed with you. അപ്പൊ നിങ്ങൾക്ക് ജനിക്കുന്ന സന്തതി ദുഷ്ടനിൽ നിന്നുള്ളതേ ഉണ്ടാവും. So the generation that you give birth to will be of the evil one. പക്ഷെ എനിക്ക് ഈ മാതാപിതാക്കളെ ഇഷ്ടപ്പെട്ട കാര്യം പറയാം. But there is a reason why I loved these parents. വളരെ വേഗത്തിൽ അവർ മാറ്റത്തിലേക്ക് വന്നു. They came into change very quickly. ആ മാറ്റത്തിന്റെ തെളിവ് അവർക്ക് ലഭിച്ച ഹാബേൽ. The proof of their change is Abel. അതുകൊണ്ട് ദൈവം എന്തെടുത്തു? What did God do then? ഹാബേലിൽ പ്രസാദിച്ചു. He pleased in Abel. അവന്റെ ആരാധനയിൽ പ്രസാദിച്ചു. And he was also pleased in his worship. അവൻ നീതി ചെയ്യുന്നവനാണെന്ന് പറഞ്ഞു. And God said that he is the one who does righteous things. എനിക്ക് ആ ഭാഗം ഭയങ്കര ഇഷ്ടം. 1 യോഹന്നാൻ 3 പറഞ്ഞത് ആ എന്തോ ഹാബേലിൽ നീതി ഉണ്ടെന്നാ. So in 1 John chapter 3 verses 12 it says that there is righteousness in Abel. അപ്പൊ അതിന്റെ അർത്ഥം It means ഹാബേലിന്റെ ജനനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. there is a uniqueness to the birth of Abel. അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക്. So you look there. ഹാബേൽ മരിച്ചപ്പോൾ കൈനോട് ദൈവം ചോദിക്കുന്നു. So when Abel died, God is asking Cain. ഹാബേലിന്റെ രക്തം എന്നോട് സംസാരിക്കുന്നു. ദൈവം പറയുക. God is saying that the blood of Abel is speaking to me. അപ്പൊ ദൈവവുമായിട്ട് എന്തോ ബന്ധം അവന്റെ. So look at the depth of Abel's relationship with God. പക്ഷെ അതിനു മുമ്പ് ജനിച്ച കൈനെ കുറിച്ച് എന്താ പറയുന്നത്? So before that, the Cain who was born, what God is telling him, അവൻ ദുഷ്ടനീന്നുള്ളവനാ. he is of the evil one. അവനിൽ നീതിയില്ല. There is no righteous thing in him. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത് നീ നീതി ചെയ്യുന്നെങ്കിൽ ഞാൻ നിന്നിൽ പ്രസാദിക്കത്തില്ലേ. So that is why God said that if you did righteous things, I would have been pleased in you. കാരണം എന്താ? What is the reason? നിന്റെ വാതിൽക്ക പാപം കിടക്കുന്നു. At your door the sin is crouching. അതിന് ആഗ്രഹം നിന്നോടാ. And its desire is for you. എന്ന് പറഞ്ഞാൽ ഇത് എന്തോ കാണിക്കുന്നത്? What does this show? ഹവ്വയുടെ അടുക്കൽ അപ്രോച്ച് ചെയ്തു വന്ന
ഒരു പിശാചിന്റെ അതേ ടെക്നിക്കല്ലേ ഇവിടെ കാണിക്കുന്നത്. So this resembles the same technique that approached Eve to deceive her. ഇനി നിങ്ങൾ അതിനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ So if you have to understand this in much depth, നിങ്ങൾ ഈ 4-ാം അധ്യായം തന്നെ Genesis chapter 4, 25-ാം വാക്യം ഒന്ന് എടുത്ത്. let's turn to verse 25. And Adam knew his wife again, and she bore a son and called his name Sheth. For she said, God has appointed for me another offspring instead of Abel, for Cain killed him. അടുത്ത വാക്യം. And verse 26, to Seth also a son was born, and he called his name Enosh. At that time people began to call upon the name of the Lord. ഞാനത് നിങ്ങൾക്ക് ഒന്നുകൂടെ വായിച്ചു തരാം. ആദാം തൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനൊരു മകൻ ജനിച്ചു. അവൻ ഏനോശ് എന്ന് പേരിട്ടു. അടുത്ത വാചകം എന്നെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. At that time people began to call upon the name of the Lord. This is the line that touched my heart. ഹാബേലിന് പകരം ഒരു മകൻ ജനിക്കുന്നു. A son is born instead of Abel. അവന്റെ രൂപം എന്താ നിങ്ങൾക്ക് പറയാം? Can you tell whose image is he carrying? കയീനെ കുറിച്ച് പറഞ്ഞവൻ ദുഷ്ടനിൽ നിന്നുള്ളവൻ. Regarding Cain, it is said that he is of the evil one. അവനിൽ നീതിയില്ല. There is no righteousness. പാപം അവന്റെ വാതിൽക്കൽ കിടക്കുന്നു. Sin is at his door. അവനും പാപവും തമ്മിൽ ഭയങ്കര അട്രാക്ഷനാ. There is much attraction between him and sin. അപ്പൊ അതിന്റെ അർത്ഥം It means പാപവുമായിട്ട് ഒരുവൻ ഏറ്റവും അടുത്ത് കിടക്കുന്നെങ്കിൽ അവനെ ദുഷ്ടനെന്നേ വിളിക്കാൻ പറ്റൂ. the one who is much attracted to the sin, that person can be called as the evil one. ഇവിടെ ഏത് ജനറേഷനെ കുറിച്ചാ പറയുന്നത്? Here which generation is being mentioned? തല തകർക്കുന്ന ഒരു ജനറേഷൻ. A generation that will bruise the head. ആ ജനറേഷൻ ആരാ? Which is that generation? വരാൻ പോകുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു ജനറേഷൻ. A generation that will reveal the Christ that is about to come. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലോട്ട് മനുഷ്യനായിട്ട് അവതരിക്കാൻ പോകുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു തലമുറ. A generation that will represent the Christ who will come onto this earth in the human image. അപ്പൊ അതിന്റെ അർത്ഥം Means ആ തലമുറ തുടങ്ങുന്നിടം മുതൽ from the beginning of this generation ക്രിസ്തുവിന്റെ കാലം എത്തുന്നിടത്തോടെ until the time of the arrival of Jesus Christ, പിശാചിന്റെ തല തകർന്നിരിക്കും. Satan's head will be crushed. അതിന് ശേഷമുള്ള തലമുറ ഏതാ? And which is the generation after that? വരാൻ പോകുന്ന ക്രിസ്തുവിനെ, The Christ is who is about to come. രണ്ടാമത് മടങ്ങി വരുന്ന ക്രിസ്തുവിനെ Christ who will come in a second അവന്റെ coming. മുഴു സ്വഭാവത്തോടെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തി കാണിക്കുന്ന തലമുറ. And the generation that will reflect and represent him in the entire character of Jesus Christ. അതുകൊണ്ടാണ് പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞത്. That is why it is said that you can become perfect in Christ. വരാൻ പോകുന്ന യേശു അവൻ പുരോഹിതനാ. The Jesus who is about to come, he is a priest. അവൻ വരാൻ പോകുന്ന യേശു രാജാവാ. The Jesus who is about to come, he is a king. വരാൻ പോകുന്ന യേശു പുരോഹിതനാ. The Jesus who is about to come, he is a priest. പുരോഹിതൻ, പ്രവാചകൻ, രാജാവ്. The priest, prophet and the king. അവനാണ് നമുക്ക് വേണ്ടി ഒരു മനുഷ്യനായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് ആദ്യം വരുന്നത്. In the first arrival, he came into this earth with the human image. അത് ഹാബേൽ മുതൽ It was from the time of Abel. യോഹന്നാ ശാപകൻ വരെ അതാ വെളിപ്പെടുത്തിയത്. So till the time of John the Baptist, this was manifested. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം And after the death, burial and resurrection of Jesus, പത്രോസ്, Peter, യോഹന്നാൻ, യാക്കോബ് തുടങ്ങി Peter, John, James from that time പൗലോസ് തുടങ്ങി till and also till the time ഇന്നത്തെ of തലമുറ Paul, വരെ till this generation. വെളിപ്പെടുത്തുന്ന ആരെയാണെന്നറിയോ? Do you know whom we are manifesting? ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന, We are revealing Christ. ക്യാരക്ടർ വെളിപ്പെടുത്തുന്ന, We are revealing the character of ഒരു Christ. പേഴ്സണാലിറ്റി വെളിപ്പെടുത്തുന്ന Revealing a personality. തലമുറ. A generation that reveals his personality. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ മരണശേഷം ഉള്ള തലമുറയെ നീതീകരിക്കപ്പെട്ട തലമുറ എന്ന് പറഞ്ഞ്. That is why the generation after the death of Jesus Christ, they are called as the generation that is made righteous. ഇനി നമ്മളിവിടെ വായിച്ചു നോക്കിക്കേ, ഹാബേലിന് പകരം ജനിച്ച മകൻ ശേത്ത്.
So Seth is the son that was born instead of Abel. 5-ാം അധ്യായം എടുത്തേ, അതിന്റെ 1-ാം വാക്യം വായിച്ചേ. Let's turn to chapter 5 verses 1. ആ, This is the book of the generations of Adam. When God created man, he made him in the likeness of God. 3-ാം വാക്യം വായിച്ചേ. Verse 3. When Adam had lived 130 years, he fathered a son in his own likeness, after his image, and named him Seth. ആദമിനെ ജനിപ്പിച്ചപ്പോ ഏത് രൂപമായിരുന്നു? So when Adam was given birth, whose image did he get? ദൈവത്തിന്റെ സ്വരൂപം. It was the image of God. അത് ഏതന് വെച്ച് നഷ്ടപ്പെട്ടു. And he lost it in the garden of അങ്ങനെ Eden. ഏതനിന്ന് പുറത്തായി. And because of that, they went out of Eden. പക്ഷെ 130 വയസ്സ് അവനായപ്പോ But when he was of 130 years of age, അവന്റെ അതേ ഇമേജിൽ ഒരു മകനെ ജനിപ്പിച്ചു. he gave birth to a son who had his same image. അപ്പൊ അതിന്റെ അർത്ഥം ഈ അപ്പനും അമ്മയും തിരിച്ച് അതേ ലെവലിലേക്ക് മടങ്ങി വന്നു. It means that parents came back to their original relationship. അപ്പൊ അവർക്ക് അതേപോലെ ഒരു സന്തതിയെ ജനിപ്പിക്കാൻ പറ്റി. And so they could give birth to their same image. ആരാധിക്കുന്ന ഒരു തലമുറയെ, A generation that worships. പിശാചിന്റെ തലയെ തകർക്കുന്ന ഒരു A തലമുറയെ. generation that shatters the head of the Satan. ഈ ശേത്തിന്റെ തലമുറയാണ് ഹാനോക്ക്. Enoch is a part of the generation of Seth. ഈ ശേത്തിന്റെ തലമുറയാണ് നോഹ. And Noah is the generation of this from Enoch. ഈ ശേത്തിന്റെ തലമുറയാണ് അബ്രഹാം. And Abraham is of this generation of Seth. അങ്ങനെയെങ്കിൽ If it is so. ശത്രുവിന്റെ തല തകർക്കുന്ന തലമുറയല്ലേ ശേത്ത്? So Seth is the generation that is shattering the head of the Satan. സ്ത്രീയെ, Hey woman, നിന്റെ സന്തതി Your സർപ്പത്തിന്റെ offspring. തല തകർക്കും. it will bruise the head of the Satan. അതൊരു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണെങ്കിൽ It is a prophecy about Christ. അത് പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് Before that is being fulfilled, അതിനെ തെളിയിക്കേണ്ട ഒരു തലമുറ ഇവിടെ ഉണ്ടാകണം. a generation has to rise up that ആ will തലമുറ establish this നിന്നിൽ truth. നിന്ന് ആരംഭിക്കണം. And that generation has to begin from you. അത് ഹാബേലിൽ ആരംഭിച്ചു. It began in Abel, പക്ഷെ ദുഷ്ടൻ അതിനെ തകർക്കാൻ but ശ്രമിച്ചു. the evil one tried to destroy പക്ഷെ ആ it. ശബ്ദം ഇവിടെ കടന്നു. But this voice ആ was ആരാധനയുടെ remaining. ശബ്ദം ഇവിടെ കടന്നു. Where did that voice of worship remain? ആ ആരാധന ഈ അപ്പനെ അമ്മയെ മാറ്റിമറിച്ചു. And that worship changed this parents. 130 വയസ്സിൽ In their age of ഈ അപ്പനും 30, അമ്മയും this അവരുടെ ആ mom and dad, സ്വരൂപത്തിലേക്ക് മടങ്ങിയെത്തി. they were restored to their original image. എന്നിട്ട് അതേ ഇമേജിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി. And they gave birth to a child that അവന് has their ശേത്ത് എന്ന് image. പേരിട്ടു. And they named him Seth. അവൻ യഹോവയെ ആരാധിക്കാൻ തുടങ്ങി. And he started worshipping God. അവനിൽ നിന്ന് And through him, ദൈവത്തോടു കൂടെ നടക്കുന്ന ഹാനോക്ക്, and Enoch that was walking with God took birth. അവനിൽ നിന്ന് And from him, കൃപയാൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നോഹ, a Noah who operated in grace. അവനിൽ നിന്ന് And through him, ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം, Abraham, who was a friend of God, took birth. പിശാചിന് പിടികിട്ടാത്ത, Satan couldn't conceive them. പിശാചിന് തൊടാൻ കഴിയാത്ത, Satan couldn't touch them. പിശാചിന് ഒതുക്കാൻ A കഴിയാത്ത, generation that Satan couldn't limit. പിശാചിന്റെ തലയെ തകർത്ത, A generation that destroyed his head, അവന്റെ പദ്ധതികളെ പൊളിച്ച who destroyed the plans of the ഒരു enemy. തലമുറയെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ God lifted up a generation like that. ഇന്ന് നിങ്ങൾ തയ്യാറാകുക. Today be prepared. നിന്റെ ആരാധന വർദ്ധിപ്പിക്കാൻ, Let your worship increase. ദൈവത്തോടുള്ള ബന്ധം Let വർദ്ധിപ്പിക്കാൻ, your relation go deep. നീ നീതിയുള്ളവനായി മാറ്. You become a righteous person. നീ നീതിയിൽ വസിക്കേ. You dwell in ഓ righteousness. ദൈവത്തിന്റെ ബന്ധത്തിൽ വസിക്കേ. You rely in the relationship with God. നന്മയിൽ വസിക്കേ. You dwell in goodness. ദൈവ കൃപയിൽ വസിക്കേ. Dwell in the grace ഒരു of God. തലമുറ പുറത്തു വരട്ടെ. A generation, let them come ക്രിസ്തുവിന്റെ out. സ്വഭാവം എന്തെന്ന്, Let them know the character of Christ. ക്രിസ്തുവിന്റെ ശക്തി എന്തെന്ന്, And let them know the power of Christ. ക്രിസ്തുവിന്റെ അധികാരം എന്തെന്ന് Let them know the authority of അടുത്ത Christ. ജനറേഷന് വെളിപ്പെടുത്തുന്ന Let that be manifested ഒരു to the next തലമുറ generation. നിന്നിൽ നിന്നും പുറത്തു Let വരട്ടെ. such a generation take birth through you. ആരാധനയിൽ നിന്റെ തലമുറ മാറട്ടെ. Let your generation change through worship. നീ ആരാധിക്കേ, You worship നിന്റെ തലമുറയ്ക്ക് മാറ്റം വരട്ടെ. and let your generation change. നീ ദൈവത്തോട് ചേർന്നിക്കേ, You stay close to നിന്റെ God തലമുറ ജനിക്കട്ടെ. and let your generation take നീ birth. ദൈവത്തോട് ചേർന്ന് കൈകോർക്കേ. You go in hand with God. പിശാച് പേടിക്കുന്ന ഒരു തലമുറ നിന്നിൽ നിന്നുണ്ടാകട്ടെ. And let a generation that Satan fears take birth. അടഞ്ഞ ഉദരം തുറക്കട്ടെ. Every closed womb be open. അടഞ്ഞിരിക്കുന്ന ഉദരം തുറക്കട്ടെ. Let every closed womb be open. പിശാച് പേടിക്കുന്ന തലമുറ ജനിക്കട്ടെ. A generation that Satan is afraid of, let them take birth.
തലമുറയെ വൈകൃതമാക്കാൻ നോക്കിയ പിശാചേ, Satan who tried to disfigure the generation. ആരാധിച്ച് ഞങ്ങൾ ആ ജനത്തെ തലമുറയെ തിരിച്ചു പിടിക്കാൻ പോവാ. Through worship, we are going to take back that generation. ഞങ്ങൾ ദൈവത്തിന്റെ കൂടെ നടന്ന ആ തലമുറയെ തിരിച്ചു We പിടിക്കാൻ are പോവാ. going to take back that generation with our walk with God. നമുക്കതിനൊരുങ്ങാം. Let us be prepared. ദൈവമായ കർത്താവ് ഈ വചനങ്ങളെ നിങ്ങളെ May the അനുഗ്രഹിക്കട്ടെ. Lord bless you through this word. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, Our Heavenly Father, അങ്ങ് സംസാരിച്ച ഞങ്ങളുടെ ഈ ദൈവശബ്ദത്തിനായി സ്തോത്രം. we thank you for the voice that you spoke to us today. വ്യക്തമായ മന്ന ഞങ്ങൾക്ക് തന്നല്ലോ. We thank you for the manna that you gave us. നീ പറഞ്ഞു ഞങ്ങളുടെ തലമുറയെ നീ വേർതിരിക്കും. Lord, you told us that you will consecrate our generation. അടഞ്ഞിരിക്കുന്ന ഉദരത്തിനകത്തു നീ തലമുറയെ പുറത്തെടുക്കും. You will bring out generation from the closed അത് womb. സംഭവിക്കട്ടെ കർത്താവ്. Let it happen, Lord. ഈ ജനം ഒരു സ്പെഷ്യൽ ജനറേഷന്റെ അപ്പനും അമ്മയുമാകട്ടെ. Let these people be the father and mother of a special generation. ഈ തലമുറകളെല്ലാം And let this all generations വെറൈറ്റി തലമുറകളാകട്ടെ. be the unique and variety generation. കർത്താവ് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. Lord, we thank you for your doing that. ഈ ദൂതിനോട് ബന്ധപ്പെട്ട സകല സൗഖ്യങ്ങളും ഇപ്പോൾ സംഭവിക്കട്ടെ. Every healing connected to this voice, let it happen. പുരുഷത്വത്തിൽ ആ വിടുതൽ സംഭവിക്കട്ടെ. Let that healing happen in the fatherhood. സ്ത്രീത്വത്തിൽ ആ വിടുതൽ Let സംഭവിക്കട്ടെ. that healing happen in the motherhood. കുടുംബത്തിൽ ആ വിടുതൽ സംഭവിക്കട്ടെ. Let that healing happen in the തലമുറകളിൽ ആ family. വിടുതൽ Let സംഭവിക്കട്ടെ. that deliverance happen in the generation. പ്രാർത്ഥന കേട്ടതിന് നന്ദി. We thank you for hearing our prayer. അടുത്ത വലിയ തലങ്ങൾ ഞങ്ങൾക്ക് അടുത്ത ആഴ്ചകളിൽ വെളിപ്പെടുത്തണം. In the next weeks, you will reveal us greater depths. പ്രാർത്ഥന കേട്ടതിന് We നന്ദി. thank you for hearing our prayer. മഹത്വം അങ്ങേക്ക്. All glory to you. യേശുവിൻ നാമത്തിൽ In തന്നെ. Jesus Christ's name we pray. Amen. 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 ഒരു ക്രിസ്തു കേന്ദ്രീകൃത തലമുറയെ നമുക്ക് സൃഷ്ടിക്കാം. Let us create and give birth to a generation that is Christ-centered. നീതിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, A generation that lives only for the righteous things. നന്മ ചെയ്യാൻ മാത്രം ആഗ്രഹിക്കുന്ന, A generation that only desires to do good. ദൈവത്തിന്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന A generation that desires to walk with ഒരു God. തലമുറ ഉണ്ടാവട്ടെ. Let such a generation take അതിനായി birth. നമുക്കൊരുങ്ങാം. Let us be prepared for ദൈവം it. നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. May the Lord bless you all. God bless you.